Lighter to Lighten Marthoma Study Forum. കർത്താവിൽ പ്രിയരെ, ലൈറ്റർ ടു ലൈറ്റർ മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 216 ലൈവ് വെബിനാർ ആണ് ഇപ്പോൾ ഇവിടെ സമാരംഭിക്കുന്നത്. ഇന്നത്തെ ലൈവ് വെബിനാറില് നമുക്ക് ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട എപ്പിസ്കോപ്പൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നത്തെ യോഗത്തിന്റെ മോഡറേറ്ററായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് എല്ലാവർക്കും വ്യക്തിയാണ്. നമ്മളെ ഈ ലൈറ്റർ ടു ലൈറ്റർ സ്റ്റഡി ഫോറത്തിന്റെ വെബിനാർ നമ്മൾ ആരംഭിച്ചപ്പോൾ മുതൽ നമ്മളുമായിട്ടൊത്ത് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛൻ. ആദ്യത്തെ മീറ്റിംഗിന്റെ മോഡറേറ്റർ രാജു അഞ്ചേരി അച്ഛനായിരുന്നു. രാജു അഞ്ചേരി അച്ഛൻ ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല, എന്നാൽ പോലും പുതിയതായിട്ടും എല്ലാവരും വന്നിട്ടുണ്ട്. ചുരുക്കി പറയാം, 2 വട്ടം സഭാ കൗൺസിൽ അംഗമായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. മർത്തോമ സഭയുടെ കോട്ടയത്തെ സെമിനാരിയിലെ അധ്യാപകനായിരുന്നു. മുളന്തുരുത്തിയിലെ വൈദിക കോളേജിലെ അധ്യാപകനായിരുന്നു. അതുപോലെ തന്നെ സഭയുടെ എല്ലാ മേഖലകളിലും നവീകരണ ദർശനത്തോടുകൂടി വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് രാജു അഞ്ചേരി അച്ഛന്. യുവൻ സഖ്യത്തിലൂടെ ഉയർന്നു വന്ന് സഭയുടെ എല്ലാ നേതൃത്വ രംഗങ്ങളിലും പ്രവർത്തിക്കുകയും നവീകരണ ദർശനത്തോടുകൂടി വളരെ ഭംഗിയായിട്ട് ഇന്നും ഈ പ്രായത്തിലും സന്തോഷത്തോടുകൂടി ആ ഐഡിയോളജിയിൽ ഉറച്ചു പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അച്ഛനെ ഇന്നത്തെ യോഗത്തിന്റെ മോഡറേറ്ററായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു. അച്ഛൻ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. അച്ഛനെ ഇന്നത്തെ യോഗത്തിന്റെ മോഡറേറ്ററായിട്ട് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ ഇപ്പോൾ മോഡറേറ്ററായിട്ട് ചുമതലയേൽക്കുന്നതായിരിക്കും. പ്രിയ വിൽസൺ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, നമ്മുടെ ലൈറ്റർ ടു ലൈറ്റൺ സ്റ്റഡി ഫോറത്തിന്റെ 216 വെബിനാറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ബിഷപ്പ് റിട്ടയർമെന്റ്, ഒരു അവലോകനം, അതിനെക്കുറിച്ചുള്ളൊരു സിമ്പോസിയമാണ്. ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ലിഖിതമായിട്ട് റിട്ടയർമെന്റ് സംബന്ധിച്ച നിയമങ്ങളില്ല. എന്നാൽ നമ്മളുടെ മെത്രാപ്പൊലിത്തമാരായിരുന്ന അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പൊലിത്തയും പീലിപ്പോസ് മാർക്കോസ് മാർത്തോമ മെത്രാപ്പൊലിത്തായും റിട്ടയർ ചെയ്യുകയും സന്തോഷത്തോടെ നമ്മുടെ മധ്യേ ജീവിക്കുകയും ചെയ്തവരാണ്. മാർത്തോമ സഭയിലെ പട്ടത്ത ശുശ്രൂഷയിലേക്ക് ആളുകൾ പ്രവേശിക്കുമ്പോൾ 65 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്യുമെന്ന് അവർക്ക് അറിയാം. ബിഷപ്പുമാരും അച്ഛന്മാരായിട്ട് സഭയിൽ പ്രവേശിച്ചവരാണ്. അതുകൊണ്ട് റിട്ടയർമെന്റ് ഉണ്ട് എന്നുള്ളത് അവർക്കും നിശ്ചയം. മനുഷ്യന് ആരോഗ്യത്തോടുകൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്നത് 70-75 വയസ്സ് വരെയാണ്. 80 വയസ്സ് വരെ പോകാം. പിന്നീട് ആരോഗ്യമില്ലാതെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് പല ആളുകളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് മാർത്തോമ സഭയിലെ ബിഷപ്പന്മാർ ഒരു നിശ്ചിത കാലഘട്ടത്തിൽ വിരമിക്കുകയും അവരുടെ ശിഷ്ട സേവനങ്ങളൊക്കെ ഈ സമൂഹത്തിന് ലഭ്യമാകുവാൻ തക്കവണ്ണം, സഭാ ശുശ്രൂഷകളെ പരിപോഷിപ്പിക്കുവാൻ തക്കവണ്ണം അവർക്ക് അവസരങ്ങൾ നൽകുകയും വിശ്രമ ജീവിതത്തിന് അവസരം ഒരുക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ബിഷപ്പ് റിട്ടയർമെന്റ് ചിന്തിക്കുന്നത്. കഴിഞ്ഞ 2 മണ്ഡലങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. എപ്പിസ്കോപ്പൽ സിനഡ് അത് സംബന്ധിച്ച് ഏകദേശമായിട്ട് 80-ാം വയസ്സിൽ റിട്ടയർ ചെയ്യാം എന്ന് സഭാ കൗൺസിലുമായി ചേർന്ന് ആലോചിച്ച് അറിയിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ മീറ്റിങ്ങിൽ ബിഷപ്പുമാരുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം ക്രോഡീകരിച്ച് അടുത്ത മീറ്റിങ്ങിൽ അവതരിപ്പിക്കാം എന്നവർ അറിയിക്കുകയും ഇപ്പോൾ 80-ാം വയസ്സിൽ റിട്ടയർ ചെയ്യാവുന്നതാണ് എന്ന്
പ്രമേയം മാറ്റുകയും ചെയ്തുകൊണ്ട് അവരവതരിപ്പിക്കാൻ ഒരുങ്ങും. ഇതൊരു കണക്കിന് പറഞ്ഞാൽ മണ്ഡലാംഗങ്ങളായിരിക്കുന്ന അൽമായരെയും വൈദികരെയൊക്കെ ദുഃഖകരമാക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യ മണ്ഡലത്തിൽ ഇതിനെക്കുറിച്ച് ഒരു ചർച്ച വരുമ്പോൾ കുറേക്കൂടെ ധീരവും ശക്തമായ നിലപാടുകൾ എടുക്കുവാൻ നമ്മുടെ മണ്ഡലാംഗങ്ങൾക്ക് സാധിക്കണം. ആ വിഷയത്തെക്കുറിച്ചുള്ള വിവിധ ആളുകളുടെ അഭിപ്രായങ്ങൾ ഈ സിമ്പോസിയത്തിലൂടെ, ചർച്ചകളിലൂടെ ഉരുത്തിരിയുവാൻ വേണ്ടിയാണ് നാം ഈ മീറ്റിംഗ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന പ്രബന്ധം അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ട എബ്രഹാം കുരുള അച്ഛനാണ്. മാർത്തോമാ വൈദിക സെമിനാരിലെ അധ്യാപകനും പ്രിൻസിപ്പലും വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചിൻ്റെ ഫെയ്ത്ത് ആൻഡ് ഓർഡർ കമ്മീഷൻ അംഗവും അമലഗിരിയിലുള്ള തോമസ് മാർ അത്തനേഷ്യസ് കൗൺസിലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറും മാർത്തോമാ സഭയുടെ ട്രസ്റ്റിയും അങ്ങനെ നിരവധിയായിട്ടുള്ള അനുഭവ മേഖലകളിലൂടെ പ്രവർത്തിച്ച എബ്രഹാം കുരുള അച്ഛനാണ് മുഖ്യ പ്രമേയം അവതരിപ്പിക്കുന്നത്. അച്ഛനുമായിട്ട് എനിക്ക് 50 വർഷത്തിൽ കൂടിയ പരിചയമുണ്ട്. അച്ഛൻ യുഎൻഎസ്സൊക്കത്തിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് എൻ്റെ ഒരു ആദ്യ ലേഖനം 70കളിലെ ആദ്യം യുവദീപത്തിൽ വന്നത്. പിന്നീടുള്ള പല കാലഘട്ടത്തിലും എൻ്റെ ജീവിതത്തിൻ്റെ നിർണായകമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അച്ഛൻ്റെ ഉപദേശങ്ങളും കൗൺസിലിങ്ങും സഹായകരമായി തീർന്നിട്ടുണ്ടെന്നും ഞാൻ ഓർപ്പിക്കുന്നു. രണ്ടാമത് ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ജിനു പി മാത്യു ചുനക്കരയാണ്. അദ്ദേഹം യുവജനസഖ്യത്തിലെ കേന്ദ്ര ട്രഷററും യുവദീപം എഡിറ്ററും അങ്ങനെ നിരവധി മേഖലകളിൽ യുവജനസഖ്യത്തിൽ പ്രവർത്തിച്ചു. സൺഡേ സ്കൂളിൻ്റെ സെൻറ്റർ ഇൻസ്പെക്ടറും സമാജ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായിരുന്നു. അടൂർ ഭദ്രാസന KCCയുടെ യൂത്ത് കൺവീനറായിരുന്നു. സഭാ പ്രതിനിധി മണ്ഡലത്തിലെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുക്കുകയും അവിടെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്തിട്ടുള്ള ജിനു ഇപ്പോൾ UK ബെർമിംഗ്ഹാം ഹെർമോൻ ഇടവകാംഗമാണ്. പിന്നീട് ഈ സിമ്പോസിയത്തിൽ പങ്കെടുക്കുന്ന സിജു മാത്യു പള്ളിപ്പാട് ചെറിയ പള്ളി അംഗമാണ്. യുവജനസഖ്യം സെക്രട്ടറി, കാർത്തികപ്പള്ളി സെൻട്രൽ ട്രഷറർ, 2001 ഡൽഹി ബദൽ ഇടവകാംഗമായി. യുവജനസഖ്യം, ഇടവക കൈസ്ഥാന സമിതി, കൺസ്ട്രക്ഷൻ കമ്മിറ്റി അതിലെല്ലാം സജീവമായിട്ട് പ്രവർത്തിക്കും. 20 മുതൽ മണ്ഡലാംഗമാണ്. സ്ത്രീകളുടെ മതപക പ്രവേശനത്തിൽ ലിംഗഭേദമന്യേ എന്ന് കൂട്ടിച്ചേർത്തത് സിജുവാണ്. സാമൂഹ്യ പ്രവർത്തകനായ സിജു നമ്മോടൊപ്പം ഇന്ന് ചേർന്ന് സംസാരിക്കുന്നു. അടുത്തത് മാത്യു തോമസ് ആണ്. അദ്ദേഹം കുറിയന്നൂർ ശാലേം മാർത്തോമ ഇടവാംഗമാണ്. ഇപ്പോൾ UK പീറ്റർബെറോ ഓൾ സയൻസ് മാർത്തോമ ഇടവാംഗം. ഇടവക ചുമതലയിലെ UK യൂറോപ്പ് സോണൽ അസംബ്ലി മെമ്പർ. ദ കിങ്സ് സ്കൂളിൻ്റെ 1541 കിങ് ഹെൻറി സ്ഥാപിച്ച സ്കൂളിൻ്റെ ഗവർണറാണ്. കരിക്കുലം ആൻഡ് പേഴ്സണൽ കമ്മിറ്റി അംഗമാണ്. സാമൂഹിക പ്രവർത്തകനാണ്. ആവശ്യത്തിലിരിക്കുന്ന ആളുകളെയൊക്കെ സഹായിക്കുവാൻ മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ മത്സരങ്ങൾ നടന്നപ്പോൾ ICCക്ക് വേണ്ടി സജീവമായി പ്രവർത്തിച്ച വ്യക്തികളിൽ ഒരാളാണ്. അദ്ദേഹം ഈ ചർച്ചകളിൽ പങ്കെടുക്കും. നമ്മുടെ വെബിനാറുകളെല്ലാം ഓർഗനൈസ് ചെയ്യുകയും അതിനെ കഠിന പ്രയത്നം ചെയ്യുകയും ചെയ്യുന്നത് പ്രിയപ്പെട്ട വിൽസൺ കരിമ്പന്നൂരിനെയും ഇന്ന് പ്രബന്ധം അവതരിപ്പിക്കുന്ന എബ്രഹാം കുരുള അച്ഛൻ, ജിനു പി മാത്യു, സിജു, മാത്യു തോമസ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് മുഖ്യ പ്രസംഗത്തിനായിട്ട് പ്രിയപ്പെട്ട എബ്രഹാം കുരുള അച്ഛനെ ക്ഷണിക്കും.
യോഗ അച്ഛൻ, പ്രിയപ്പെട്ട രാജു അഞ്ചേരി അച്ഛൻ, പ്രിയപ്പെട്ട വിൽസൺ കരിമ്പന്നൂർ, പ്രബന്ധ അവതാരകരായിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഈ എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് ഒരു അവലോകനം എന്നതാണല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം. അത് മണ്ഡലത്തിൽ വരാൻ പോകുന്നതായ പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. എന്നാൽ അതിന് അപ്പുറത്തോട്ട് പോയി എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റും സഭയിലെ എപ്പിസ്കോപ്പൽ മിനിസ്ട്രിയുടെ ഒരു കാര്യക്ഷമത, ഇതെന്തുവാ, കൺഫേം യുവർ സ്പീക്കിംഗ് ലാംഗ്വേജ് ഇംഗ്ലീഷ് സേവ് അടിച്ചാൽ അപ്പോ ആ കാര്യക്ഷമത, എപ്പിസ്കോപ്പൽ മിനിസ്ട്രിയുടെ കാര്യക്ഷമത അത് വർദ്ധിപ്പിക്കുന്നതിന് റിട്ടയർമെന്റ് ഏതു തരത്തിൽ ആവശ്യമായിരിക്കുന്നു, അനുപേക്ഷണീയമാണ് എന്നീ ഒരു കാഴ്ചപ്പാടൂടെ അതിന്റെ പുറകിൽ ഞാൻ സൂക്ഷിക്കുന്നു. 15 മിനിറ്റ് സമയമാണ് എനിക്ക് തന്നിട്ടുള്ളത്. ആ 15 മിനിറ്റിനുള്ളിൽ അവതരണം പൂർത്തീകരിക്കാം എന്ന് ഞാൻ ആശിക്കുകയും ചെയ്യുന്നു. ഞാൻ സാധാരണ 9 മണിക്ക് ഉറങ്ങുന്നയാളാണ്. നാളെ ഞായറാഴ്ചയാണ്. എനിക്ക് വിശുദ്ധ കുർബാന ശുശ്രൂഷ അനുഷ്ഠിക്കാനുണ്ട്, പ്രസംഗിക്കാനുമുണ്ട്. അതുകൊണ്ട് വളരെ നേരം ഉറക്കളിച്ചിരിക്കാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ അവതരണം കഴിഞ്ഞ് വളരെ നേരം കഴിയാതെ ഞാൻ ഇതിൽ നിന്ന് പിൻവാങ്ങുന്നതാണ്. അത് ക്ഷമിക്കണം എന്ന പ്രാരംഭത്തിൽ തന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യട്ടെ. ഈ എപ്പിസ്കോപ്പൽ മിനിസ്ട്രി അതായത് ഒരു മേൽനോട്ടമാണ്. എപ്പിസ്കോപ്പോസ് എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുന്ന ആൾ എന്നാണ് അർത്ഥം. എന്തിന്റെ മേൽനോട്ടം? മേൽനോട്ടം വഹിക്കുന്നത് സഭയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ സഭ നന്നായി ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന അതിൻ്റെ അകത്തെ മേൽനോട്ടമാണ്. നമ്മുടെ ഒരു സുവിശേഷ ദൗത്യത്തിന്റെ സാക്ഷികളായിരിക്കാൻ ദൈവം ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് സഭയുടെ സുവിശേഷ സാക്ഷ്യത്തിന്റെ മേൽനോട്ടമാണ് ഈ സഭാജീവിതം, അതിന്റെ പ്രവർത്തനങ്ങൾ, പദ്ധതികൾ, കാര്യങ്ങളെല്ലാം. ഈ ദൈവം അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സുവിശേഷ സാക്ഷ്യം കാര്യക്ഷമമായി മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണം. അപ്പൊ അത് സഹായകമാകുന്നതിന് ഈ ഉതകുന്ന രീതിയിൽ എപ്പിസ്കോപ്പൽ സംവിധാനം ചിട്ടപ്പെടുത്തേണ്ടതാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകം മുൻ തലമുറകളിലേക്കാളൊക്കെ വളരെ വ്യത്യസ്തമാണ്. മാർത്തോമാ സഭ നവീകരണ കാലം തൊട്ടിങ്ങോട്ട് നോക്കിയാൽ നമ്മളൊരു ഗ്രാമീണ സഭയായിരുന്നു. അതിൻ്റെ അംഗങ്ങളൊക്കെ മലയാളികളായിരുന്നു, ഗ്രാമീണരായിരുന്നു, കാർഷിക വൃത്തിക്കാരായിരുന്നു മഹാഭൂരിപക്ഷം ആളുകളും. പൊതുവെ വലിയ പരിവർത്തനങ്ങൾ ഇല്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മുടെ സഭ. ഇന്ത്യയിലെ തന്നെ ഇതര സഭകൾ പലതും അവരുടെ ബേസ് പട്ടണങ്ങളാണ്. പ്രത്യേകിച്ച് ഈ മിഷണറിമാരാൽ സ്ഥാപിതമായിട്ടുള്ള സഭകൾ മിക്കതിൻ്റെയും ബേസ് പട്ടണങ്ങളിലാണ്. നമ്മൾ അങ്ങനെയല്ല, ഒരു ഗ്രാമീണമാണ് നമ്മുടെ പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിൽ നിന്ന് വളരെ വിഭിന്നമായിട്ട് ഇന്ന് സാങ്കേതിക വിദ്യയുടെ ഒരു കടന്നുകയറ്റം, മനുഷ്യരുടെ ചിന്താശൈലി, ഇതെല്ലാം വന്ന ഈ മനുഷ്യരുടെ ഒരു ദൈവവിശ്വാസം, അതിൻ്റെ അടിത്തറകൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സഭയെ ഒരു സാക്ഷ്യമുള്ള സമൂഹമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഈ പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തുടർന്ന് ചെയ്താൽ പോരാ. ഒരു പട്ടക്കാരനാകട്ടെ മേൽപ്പട്ടക്കാരനാകട്ടെ ഈ പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആ ശുശ്രൂഷ അല്ല, മറിച്ച് ഈ ലോകം, നാം ഇപ്പോൾ ജീവിക്കുന്ന പരിവർത്തനാത്മകമായ ഈ ലോകം ഉന്നയിക്കുന്നതായിട്ടുള്ള വെല്ലുവിളികൾ, അതിൻ്റെ നടുവിൽ ദൈവകൃപയുടെ സുവിശേഷത്തിന്റെ സാക്ഷികളായി തീരുന്നതിന് സഭയുടെ ദൈവശാസ്ത്രം, ആരാധനാരീതികൾ, സഭാ ജീവിതത്തിന്റെ സംവിധാനം, ഈ കാര്യങ്ങളെല്ലാം പുനരവലോകനം ചെയ്ത് പുനഃസംവിധാനം ചെയ്യേണ്ടത് അത്യാവശ്യമായ ഒരു കാലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിന് യോഗ്യമായ രീതിയിലുള്ള എപ്പിസ്കോപ്പൽ നേതൃത്വം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രായത്തിനപ്പുറത്തോട്ട് എപ്പിസ്കോപ്പമാരുടെ പ്രായം പോകുമ്പോൾ 80, 85, 90, 95, 100 വയസ്സുള്ള ആളുകൾ ഈ സഭയെ നയിക്കുന്ന സ്ഥിതിവിശേഷം
നമുക്ക് അശേഷം യോഗ്യമല്ല. ഈ സഭയുടെ ദൗത്യം, അതിന്റെ സാക്ഷ്യം നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നെങ്കിൽ റിട്ടയർമെന്റ് ഒരു ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ആവശ്യമാണ്. അതാണ് എനിക്ക് ആദ്യമേ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇതിന് കുറച്ചേറെ റെസിസ്റ്റൻസ് സഭയിലുണ്ട്, കുറച്ചേറെ എതിർപ്പുകൾ വരുന്നുണ്ട്. അത് എതിർപ്പുകൾ കുറച്ചൊക്കെ സ്വാഭാവികവും കുറേയൊക്കെ മനഃപൂർവ്വമായി സൃഷ്ടിച്ചെടുക്കുന്നതുമാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ആ എതിർപ്പുകളെ സംബന്ധിച്ച് ഞാൻ പിന്നാലെ അല്പം സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. ഈ നവീകരണ കാലത്ത് നമ്മുടെ സഭയിലെ എപ്പിസ്കോപ്പൽ മിനിസ്ട്രി നമ്മൾ പുനഃസംവിധാനം ചെയ്തു. ഇപ്പോൾ നമ്മുടെ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളുടെ വെളിച്ചത്തിൽ എപ്പിസ്കോപ്പൽ മിനിസ്ട്രി പുനഃസംവിധാനം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു വെച്ചു. എന്നാൽ ഇത് ആദ്യമല്ല നമ്മളത് ചെയ്യുന്നത്. നമ്മുടെ നവീകരണ കാലത്ത് അതിന് മുൻപ് നമുക്കൊരു എപ്പിസ്കോപ്പൽ മിനിസ്ട്രി പ്രോപ്പറായിട്ട്, ഈ ഉദയംപേരൂർ സുനഹദോസിന് മുമ്പ് ഒരു എപ്പിസ്കോപ്പൽ മിനിസ്ട്രി നേരിട്ടില്ലായിരുന്നു, ഇന്ത്യക്കാരായ ആളുകൾ ഇല്ലായിരുന്നു. പിന്നീട് റോമാതുകത്തിന് ശേഷം നമുക്ക് എപ്പിസ്കോപ്പമാരുണ്ടായിരുന്നു. അന്ത്യോക്യൻ ബന്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എപ്പിസ്കോപ്പൽ നേതൃത്വം ഏറെയോ കുറയോ എപ്പോഴും ഉണ്ടായിരുന്നു. അതിന്റെ ആ നിലവാരം വിട്ട് ഒരു വ്യത്യസ്തമായ ഒരു എപ്പിസ്കോപ്പൽ മിനിസ്ട്രി നമ്മൾ സംവിധാനം ചെയ്തു നവീകരണത്തിൽ. അതിൽ ഏറ്റവും മുഖ്യമായ അംശം എന്ന് പറയുന്നത് നമ്മുടെ എപ്പിസ്കോപ്പസിയെ നമ്മൾ ഭരണഘടനാ വിധേയമാക്കി. സഭയ്ക്ക് അതിന്റെ സുവിശേഷ സാക്ഷ്യം നിർവഹിക്കേണ്ടതിന് ഒരു ഭരണക്രമം യുക്തമായ രീതിയിൽ ഉണ്ടാവണം. ആ ഭരണക്രമം ആത്മായർക്ക് ബാധകമാണ്, പട്ടക്കാർക്ക് ബാധകമാണ്, മേൽപ്പട്ടക്കാർക്കും ബാധകമാണ്. സഭാംഗങ്ങളായ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള ഒരു ഭരണഘടനയ്ക്ക് വിധേയമായി എപ്പിസ്കോപ്പസി മാർത്തോമാ സഭയിൽ സംവിധാനം ചെയ്തു. എനിക്ക് ഓർമ്മയായ കാലം തൊട്ട്, യുഹാനൻ മാർത്തോമായുടെ കാലത്താണ് ഞാൻ പട്ടം കെട്ടത്, അച്ഛനായത്. തിരുവേനിയും അലക്സാണ്ടർ തിരുവേനിയും ക്രിസോസ്റ്റം തിരുവേനിയും ഒക്കെ ആവർത്തിച്ച് പറയുമായിരുന്നു മാർത്തോമാ സഭയിലെ എപ്പിസ്കോപ്പസി ഭരണഘടനാ വിധേയമാണ്. അനേക പ്രാവശ്യം മണ്ഡലത്തിൽ അത് ആവർത്തിച്ച് ഈ മെത്രാപ്പൊലിത്തമാർ ആവർത്തിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഈ അൽമായരും പട്ടക്കാരും മേൽപ്പട്ടക്കാരും തമ്മിലുള്ള ബന്ധം ഒരുപാട് ഹൃദ്യമാക്കി. ഈ സഭയുടെ ഭരണക്രമത്തിന്, ഒരേ ഭരണക്രമത്തിന്റെ കീഴിലാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. ഏതോ തരത്തിലുള്ള ഒരു വലിയ ഉയർന്ന ജനങ്ങളിൽ നിന്നൊക്കെ പട്ടക്കാരിൽ നിന്ന് അകന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളല്ല എപ്പിസ്കോപ്പമാർ. ഭാഗമാണ്, സഭയുടെ ഭാഗമാണ്, ജനങ്ങളുടെ ഭാഗമാണ്, പട്ടക്കാരുടെ ഭാഗമാണ്. ഞാൻ ആദ്യം സഭയിൽ ശുശ്രൂഷ ചെയ്ത് തിരുവനന്തപുരത്ത് സെന്റ് തോമസ് സ്കൂളിലാണ്. അന്ന് എനിക്ക് 23 വയസ്സേ ഉള്ളൂ, ശമാശ. അന്നത്തെ പട്ടക്കാരുടെ മീറ്റിംഗ് ഞാൻ ഓർക്കുന്നുണ്ട്. ക്രിസോസ്റ്റം തിരുവേനിയാണ് ബിഷപ്പ്. അദ്ദേഹത്തിന് തന്നെ 51-52 വയസ്സേ ഉള്ളൂ. സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊച്ചു തിരുവേനിയാണ്. ക്ലർജി കോൺഫറൻസ് ഒക്കെ കൂടുമ്പോൾ തലേ ദിവസം കൂടും, സന്ധ്യാപ്രാർത്ഥനയുണ്ട്, ഇടവക്കാരെയൊക്കെ വിളിക്കും, രാത്രി എല്ലാവരും കൂടി ഒരുമിച്ചാണ്. അപ്പൊ ആ പള്ളിക്കകത്ത് ക്രിസോസ്റ്റം തിരുവേനിക്ക് ഒരു കൊച്ചു കട്ടിൽ കാണും, അദ്ദേഹം കിടക്കും, ഞങ്ങളൊക്കെ ബാക്കിയുള്ളവരെല്ലാം കൂടെ തറയെ പായും പിരിച്ച് കിടക്കും. രാത്രി മുഴുവൻ നല്ല കൂട്ടവും കൂട്ടായ്മയുമാണ്. ആ ശുദ്ധ്യത ഇത് മാർത്തോമാ സഭയിലെ എപ്പിസ്കോപ്പസിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു താതാത്മ്യം, ഒരു ഏകീഭാവം ഇത് പുലർത്തിക്കൊണ്ട് മുൻപോട്ട് പോകണം. എൻ്റെ അഭിപ്രായം അതൊക്കെ കുറേയേറെ ചോർന്നു പോയി. പിൽക്കാലത്ത് ആ ഭരണഘടനാ വിധേയത്വം എന്നുള്ള സങ്കല്പം വിട്ട് ഏറെയോ കുറയോ എപ്പിസ്കോപ്പസിയെ ഭരണഘടനയ്ക്ക് അതീതമാക്കാനുള്ളതായ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഉദ്യമങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ കാലം ചെല്ലുന്തോറും ഇപ്പൊ ഞാൻ എൻ്റെ റിട്ടയർമെന്റ് കാലത്തിന് ശേഷം ഈ ഫലത്തിൽ എപ്പിസ്കോപ്പമാർ രീതിയിൽ ഭരണഘടനയ്ക്കൊക്കെ അപ്പുറമായിട്ടുള്ള ആളുകളാണ്. അവരോടൊന്നും പറഞ്ഞുകൂടാ, അവർ പറയുന്നത് നമ്മൾ കേൾക്കണം. ഈ വിധത്തിലുള്ളതായ ഒരു അന്തരീക്ഷ സഭയിൽ സൃഷ്ടിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നു. അത് ഒക്കെ ഗുണകരമല്ല. എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് ആവശ്യമാണെന്ന് ഞാൻ പറയുന്നത് ഈ ഭരണഘടനാ വിധേയമായി ഭരണഘടനയ്ക്കകത്ത് എപ്പിസ്കോപ്പമാർ എപ്പോൾ റിട്ടയർ ചെയ്യും എന്ന് പറയണം. അച്ഛന്മാർക്ക് റിട്ടയർമെന്റ് ഉണ്ട്, മേൽപ്പട്ടക്കാർക്ക് റിട്ടയർമെന്റ് ഉണ്ടാണ്. അവർ ബ്രഹ്മചാരികളാണെന്നോ അവിവാഹിതരാണെന്നോ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് മാറാൻ പാടില്ല. കാരണം അവർക്കും പ്രായമേറും. ഇപ്പൊ രാജവഞ്ചേരി സൂചിപ്പിച്ചതുപോലെ അവർക്കും പ്രായമേറുന്നു. മനുഷ്യരാണ്, മനുഷികമായ പരിമിതികളുണ്ട്. അതുകൊണ്ട് അതിന്റെ നടുവിൽ
ഈ സഭാ കൂട്ടായ്മ, അതിന്റെ ഹൃദ്യത, അതിന്റെ സ്നേഹം, ഇതൊക്കെ നിലനിർത്തുന്നതിന് റിട്ടയർമെന്റ് എപ്പിസ്കോപ്പമാർക്കും ആവശ്യമാണ് എന്ന് ഞാൻ കരുതുകയും ചെയ്യും. കുറച്ചേറെ റെസിസ്റ്റൻസ് ഞാൻ കാണുന്നുണ്ട്. അതായത് ഒരു സമയത്ത് ഈ റിട്ടയർമെന്റ് എന്നുള്ള ആശയം എപ്പിസ്കോപ്പമാരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഉണ്ടായത്. അതങ്ങനെ ഉണ്ടായി മുമ്പോട്ട് വന്നു. കഴിഞ്ഞ 1-2 വർഷം മണ്ഡലകാലമായി ചർച്ച ചെയ്തു. അതിൽ പിന്നെ എവിടെയെന്നോ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എപ്പിസ്കോപ്പൽ സംഘത്തിന്റെ ഉള്ളിൽ തന്നെ ഇതത്ര ഗുണകരമല്ല, വേണ്ട ഒരു നെഗറ്റീവായിട്ടുള്ള ട്രെൻഡ് എപ്പിസ്കോപ്പൽ സംഘത്തിന്റെ ഉള്ളിൽ നിന്നും എപ്പിസ്കോപ്പൽ സംഘത്തോട് ചേർന്ന് നിൽക്കുന്നതായ ഒരു കൂട്ടം പട്ടക്കാരിൽ നിന്നും അൽമായക്കാരിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ കാണും. അതിനെക്കുറിച്ച് എൻ്റെ ചില റിഫ്ലക്ഷൻസ് ഉണ്ട്. അതും കൂടെ ഞാൻ ഈ സമയത്ത് അവതരിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നു. നമ്മുടെ സഭ നവീകരണ കാലത്ത് ഭരണഘടനാ വിധേയമായ എപ്പിസ്കോപ്പസിയെ നിർവഹിച്ചു എങ്കിൽ പോലും നമ്മളെ 1-2 കാര്യങ്ങൾ തീരെ ശ്രദ്ധിച്ചില്ല. നമ്മൾ ഘടനാപരമായി 2 പ്രധാനപ്പെട്ട വീഴ്ചകൾ വരും. ഒന്ന്, എപ്പിസ്കോപ്പമാരുടെ സന്ധാരണം സഭ പൂർണ്ണമായി ഏറ്റെടുത്തില്ല. അവർക്ക് അരമന ചെലവ് എന്ന് പറഞ്ഞ് നമ്മളൊരു തുക കൊടുക്കും. അതുകൊണ്ടെന്നാൽ അവരുടെ മുഴുവൻ ചെലവുകളും വഹിക്കത്തില്ല. അവർക്കൊരു ഓഫീസുണ്ട്, ഡ്രൈവറുണ്ട്, ക്ലർക്കുണ്ട്, പ്യൂണുണ്ട്. ഇതിൽ ഒരുപാട് നാളത്തേക്ക് അവരുടെയൊക്കെ സാധാരണ എപ്പിസ്കോപ്പമാർക്ക് ആരെങ്കിലും കൊടുക്കുന്ന കൈമുത്തിൽ നിന്നാണ് അതൊക്കെ വഹിച്ചുകൊണ്ട് പോരും. അതുകൊണ്ട് അവരുടെ സന്ധാരണത്തിന്റെ പൂർണ്ണ ചുമതല സഭ എടുക്കാതിരുന്നത് കൊണ്ട് അവർക്ക് ഈ ജനങ്ങളിൽ നിന്ന്, ഇടവുകളിൽ നിന്നൊക്കെ കിട്ടുന്ന കൈമുത്ത് ആവശ്യമായിട്ടിരുന്നു. എന്നാൽ അതുകൊണ്ട് തന്നെ അതിനൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അപ്പോ സഭ എപ്പിസ്കോപ്പമാരുടെ സന്ധാരണം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാതിരിക്കുകയും അതിന്റെ പേരിൽ അവർക്ക് സ്വമേധയാ സംഭാവനകളോ കൈമുത്തൊക്കെ സ്വീകരിക്കാൻ അനുവാദം ഉണ്ടാവുകയും അതിന് അക്കൗണ്ടബിലിറ്റി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം സഭയിൽ നിലവിൽ വന്നു. അത് ഇപ്പോൾ അതീവ ഗുരുതരമായിട്ടുള്ള തിന്മകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ സഭയിൽ ഒരുപാട് പണം ആയി. അൽമായക്കാർക്കും പട്ടക്കാർക്കും മേൽപ്പട്ടക്കാർക്കും ഒക്കെ ഈ ഒരു എപ്പിസ്കോപ്പ 10, 30, 40 വർഷം സേവനം ചെയ്താൽ ബഹുകോടികളാണ് ഒരാളുടെ കയ്യിൽ വരുന്നത്. അതിന് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അത് ഈ റിട്ടയർമെന്റ് ചർച്ചയുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, എന്തുവാ ഇതിന്റെ ബന്ധമെന്ന് ചോദിച്ചാൽ, ഈ ആ സ്ഥാനത്തിരിക്കുമ്പോൾ ഈ അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ കോടികൾ വരുത്തി ചെലവാക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെയുണ്ട്. ഇത് റിട്ടയർമെന്റ് വന്നാൽ ഇത് എന്ത് സംഭവിക്കും? ആ ചോദ്യം അവിടെയുണ്ട്. ചില ആളുകൾ പച്ചയ്ക്ക് പറയാമല്ലോ, റിട്ടയർമെന്റ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ നോക്കാൻ ആളില്ലാതാകും, എങ്ങനെയാവും? ഇത് ഗൗരവമായി നമ്മൾ എടുക്കണം. അതുകൊണ്ട് സജീവ സേവനത്തിലുള്ളവരാകട്ടെ, റിട്ടയർ ചെയ്യുന്നവരാകട്ടെ, അവർക്ക് കിട്ടുന്ന മുഴുവൻ പണവും സഭയുടെ പേരിൽ രസീത് എഴുതി സഭയുടെ ഓഡിറ്റർമാർ നോക്കി സഭയുടെ കണക്കിൽ ചേർത്ത് മുമ്പോട്ട് പോയി എപ്പിസ്കോപ്പമാരുടെ മുഴുവൻ സന്ധാനവും സഭ വഹിക്കുകയും അവർക്ക് കിട്ടുന്ന പണത്തിന്റെ മുഴുവൻ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ റിട്ടയർ ചെയ്യുന്നതും ചെയ്യാത്തതും തമ്മിൽ വ്യത്യാസമില്ല. റിട്ടയർ ചെയ്യുന്നതിന് മുമ്പേ സഭ അവരെ പരിരക്ഷിക്കുന്നു, റിട്ടയർ ചെയ്ത ശേഷവും സഭ അവരെ പരിരക്ഷിക്കുന്നു. അതുകൊണ്ട് റിട്ടയർമെന്റ് മൂലം എന്തോ ഒരു ധനശോഷണം, പണശോഷണം, അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ലഭ്യതയില്ല, മതിയായ പണം കിട്ടാതെ വരിക, ഇതെല്ലാം പോകും. അതുകൊണ്ട് സഭയിൽ ഫലപ്രദമായ എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് എന്ന ആശയം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ എപ്പിസ്കോപ്പൽ അക്കൗണ്ടബിലിറ്റി ഒരു വശത്തും എപ്പിസ്കോപ്പൽ സപ്പോർട്ടിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സഭ എടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് ഈ പരസ്പര ബന്ധിതമായതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഈ രൂപത്തിൽ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇത് ചെയ്യാത്തത് മൂലം ഈ അമിതമായി പണം മേൽപ്പട്ടക്കാരുടെ കയ്യിൽ വരികയും അതെങ്ങനെ ചെലവാക്കുന്നു സഭ അറിയുന്നില്ല. ഈ സ്ഥാനാരോഹണ സമയത്ത് എഴുതി സമർപ്പിക്കുന്നതാണ് ഈ സ്ഥാനലബ്ധി മൂലം കിട്ടുന്ന എല്ലാ പണവും സഭയ്ക്ക് അവകാശപ്പെട്ടതാണ്. സഭയുടേതാണ് പണം. എന്നാൽ സഭയ്ക്ക് യാതൊരു അറിവില്ല. ഇതെതിരെ പോകുന്നു, ഇത്രയും വരുന്നു, എങ്ങോട്ട് പോകുന്നു, എതിരെ ചെലവാക്കുന്നു, കാലം ചെയ്യുമ്പോൾ വല്ലതും കൊണ്ടേ കിട്ടും, ഇല്ലേ കിട്ടത്തില്ല. ഈ സംവിധാനമൊന്നും നമുക്ക് തീരെ ചേർന്നാൽ ഇങ്ങനെ
ഈ അമിതമായിട്ടുള്ള പണത്തിന്റെ വരവ് ചെലവ് മൂലമുള്ളതായ ദുഷിപ്പുകൾ വളരെയാണ്. സഭാജീവിതത്തിൽ എപ്പിസ്കോപ്പസിക്ക് ഒരു വിശ്വാസ്യത വളരെയേറെ മങ്ങിപ്പോയിട്ടുണ്ട്. അതൊക്കെ വീണ്ടെടുക്കുന്നതിന് ഈ അക്കൗണ്ടബിലിറ്റിയും റിട്ടയർമെന്റും ഒരുപോലെ മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണെന്നാണ് എൻ്റെ ചിന്ത. അതില്ലാതെ നമ്മൾ വെറുതെ അരമനയ്ക്ക് തപോവനം എന്നൊക്കെ പേരിട്ടുകൊണ്ട് ഗുണമൊന്നുമില്ല. നമ്മള് ആ തപോവനമാണെങ്കിൽ തപോവനമാകണം, അതിന് യോജിച്ച രീതിയിൽ പണത്തിന്റെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം, അത് സഭയ്ക്ക് ഇരിക്കണം, സഭയോടുള്ള ഉത്തരവാദിത്വം ഉണ്ടാകണം, ഭരണഘടനയ്ക്കുള്ള വിധേയത്വം വേണം. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് മണ്ഡലം യുക്തമായ ഒരു തീരുമാനമെടുക്കാൻ ഇടയാകട്ടെ. റിട്ടയർമെന്റ് സഭയുടെ സാക്ഷ്യത്തിന് ആവശ്യമാണ്, കാലികമായ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിന് ആവശ്യമാണ്, സഭാ കൂട്ടായ്മ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമാണ്. എപ്പിസ്കോപ്പസിയുടെ വിശ്വാസ്യത അത് നിലനിർത്തുന്നതിനും ആവശ്യമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛൻ. മാറിക്കൊണ്ടിരിക്കുന്ന ലോക സാഹചര്യത്തിൽ ബിഷപ്പുമാരുടെ റിട്ടയർമെന്റ് അനിവാര്യമാണെന്നും അതോടൊപ്പം അക്കൗണ്ടബിലിറ്റി ഗൗരവമായി എടുക്കണമെന്നും റിട്ടയർമെന്റ് ശേഷമല്ല ബിഷപ്പുമാരുടെ എല്ലാ ചെലവുകളും സഭ ഏറ്റെടുത്ത് നിർവഹിക്കണമെന്നും ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു. കാലഘട്ടത്തിൻ്റെ അനിവാര്യതയിൽ ഇതിനനുകൂലമായിട്ട് മണ്ഡലാംഗങ്ങളെ ഈ പ്രമേയത്തിന്മേൽ ചർച്ചകളിൽ വോട്ടിങ്ങിൽ പങ്കെടുക്കുമെന്നുള്ള പ്രത്യാശയും അച്ഛൻ പ്രകടിപ്പിച്ചു. താങ്ക് യു അച്ഛൻ. ഇനി അടുത്തതായിട്ട് പ്രതികരിക്കുന്നത് ജിനി പി മാത്യു ആണ്. 12 മിനിറ്റാണ്. ജിനുവിനെ ഞാൻ ക്ഷണിക്കും. ദൈവ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ലൈറ്റ് ടു ലൈറ്റന്റെ 216ാമത് വെബിനാറിൽ ഭാഗവാക്കാവുവാൻ എനിക്കൊരു അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ട വിൽസൺ സാറിനോടും എൻ്റെ പ്രധാന ചുമതലക്കാരോടുള്ള നന്ദി ആദ്യമേ അറിയിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട രാജൻ ചേരി അച്ഛൻ, ഇതിൻ്റെ മോഡറേറ്റർ ആയിരിക്കുന്ന രാജൻ ചേരി അച്ഛൻ, എനിക്ക് മുമ്പേ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ഡോക്ടർ എബ്രഹാം ഗുരുവിള അച്ഛൻ, മറ്റ് ഈ സെമിനാറിൽ സംസാരിക്കുന്ന എല്ലാവരുമേ, അതുപോലെ തന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഏവരുമേ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ആദ്യമേ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട എബ്രഹാം ഗുരുവിള അച്ഛന് കൂടി നമ്മൾ എപ്പിസ്കോപ്പസി എന്താണ്, ഭരണഘടനയോട് അത് എപ്രകാരം ചേർന്ന് നിൽക്കുന്നു, അക്കൗണ്ടബിലിറ്റി ഉണ്ടാവേണ്ട ആവശ്യകതയെ സംബന്ധിച്ചുമൊക്കെ വളരെ സവിസ്തരം കേൾക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തിന് അനുസരിച്ച് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിവുള്ളവരാണ് മാർത്തോമാ സഭയും അതിനെ നയിക്കുന്നവരും. എപ്പിസ്കോപ്പസിയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ വ്യക്തമായിട്ട് ഇവിടെ കേട്ടു. മാർത്തോമാ സഭയെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ ഭരണക്രമമുള്ള സഭയാണല്ലോ നമ്മുടെ മാർത്തോമാ സഭ എന്ന് പറയുന്നത്. എപ്പിസ്കോപ്പൽ സിനഡും സഭാ കൗൺസിലും പ്രതിനിധി മണ്ഡലവും ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ഭരണക്രമം ചേർന്ന് പ്രവർത്തിക്കുന്നതാണല്ലോ നമ്മുടെ ഭരണക്രമം. അതിൽ അച്ഛൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒന്ന് ഉയർന്നു നിൽക്കുന്നതല്ല, പരസ്പരം പൂരകമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. മാർത്തോമാ സഭയെ സംബന്ധിച്ച പ്രതിനിധി മണ്ഡലം എപ്പിസ്കോപ്പായെ തിരഞ്ഞെടുക്കുന്നത് മാർത്തോമാ സഭ പ്രതിനിധി മണ്ഡലമാണ്. പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു എപ്പിസ്കോപ്പായുടെ ഭരണപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വിരമിക്കൽ ആവശ്യമെങ്കിൽ അത് നടപ്പാക്കാൻ അതിന് പ്രതിനിധി മണ്ഡലത്തിന് സാധിക്കും. ഇവിടെ 2022 എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് സംബന്ധിച്ച് ഒരു പ്രമേയം ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. അന്ന് ഞാൻ ആ പ്രമേയം അവതരിപ്പിക്കുവാൻ കാരണമായ ഒരു പ്രധാന സംഗതിയായി പറഞ്ഞത്, അതായത് ഒരു അച്ഛനോ മുമ്പേ ഓർപ്പിച്ചതുപോലെ ആയാലും ഒരു ആത്മാവിലായാലും ഒരു പട്ടക്കാരനായാലും മേൽപ്പട്ടക്കാരനായാലും പ്രായമേറും തോറും അവർക്ക് ജൈവപരമായും മാനുഷികമായും ശാരീരികമായും ഉണ്ടാവുന്ന
പ്രായത്തിനനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങൾ അത് പലപ്പോഴും അവിടെ പല തീരുമാനങ്ങളിലും അത് പ്രതിഫലിക്കാറുണ്ട്. നമുക്കറിയാം, ലോക ആരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 65+ എന്ന് പറയുന്നതാണ് വാർദ്ധക്യം എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ചില വ്യക്തിയുടെ കാര്യങ്ങളിൽ ഇതുപോലെ അത് അവരുടെ കഴിവ്, മറ്റ് ശാരീരികമോ മാനസികമായുള്ള കഴിവുകൾ അനുസരിച്ച് അത് ചിലപ്പോഴൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. എന്നാൽ പോലും ഒരു പഠനം അതിനെ തെളിയിക്കുന്നത് 60 മുതൽ 69 വയസ്സ് വരെ എന്ന് പറയുന്നത് ഒരു അതായത് 60 മുതൽ 69 വയസ്സ് വരെയുള്ള വാർദ്ധക്യ കാലത്തെ അത് യങ് ഓൾഡ് എന്നും, 70 മുതൽ 79 വയസ്സ് വരെയുള്ള കാലത്തെ മിഡ് ഓൾഡ് എന്നും, 80+ അത് വെരി ഓൾഡ് എന്നാണ് പറയുന്നത്. അതായത് ഒരു 65 വയസ്സ് കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് തീരുമാനങ്ങൾ എടുക്കാനുള്ള താമസം, ഓർമ്മക്കുറവ്, മറ്റ് പലവിധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ, അത് ശാരീരികമായും മാനസികമായുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ വളരെയധികം സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പഠനപരമായ ഒരു ചുമതലയിൽ ഇരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ചിലപ്പോഴൊക്കെയും തങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സന്ദർഭം വരുമ്പോൾ ഒക്കെ അത് ഒരു ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് എന്നൊരു ആശയം പറയുമ്പോൾ അതിനെ എതിർക്കുന്നവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ചില തടസ്സങ്ങൾ അല്ലെ ചില ചോദ്യങ്ങളുണ്ട്. ഇതുപോലെ എപ്പിസ്കോപ്പ, അതായത് ഇപ്പൊ ഇവിടെ ഒരു ഭേദഗതി നിർദ്ദേശമായ സിനഡ് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന എന്താണ്, സ്വമേധയാ വിരമിക്കൽ ആണ്. 80-ാമത്തെ വയസ്സിൽ സ്വമേധയാ വിരമിക്കാവുന്നതാണ് എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഈ പൗരസ്ത്യ സഭയെ സംബന്ധിച്ച് ഒരു എപ്പിസ്കോപ്പയായി വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, ഒരു വൈദികൻ, ഒരു സന്യസ്ത ജീവിതം നയിക്കാനായി തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. അവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത്, അവരുടെ മുഖമുദ്രയായിരിക്കേണ്ടത് ലാളിത്യവും ഒരു സന്യാസ ജീവിതത്തോട് ചേർന്നുള്ള ജീവിതചര്യകളും ആണ് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ അത്തരം സ്ഥാനത്തേക്ക് വിളിക്കപ്പെടുന്ന ആളുകൾ പലപ്പോഴും അധികാരത്തോടുള്ള താല്പര്യം, അതല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ അതിൽ നിന്ന് ഒഴിയാൻ കാണിക്കുന്ന, അല്ലെ ഒഴിയാൻ വിമുഖത കാണിക്കുന്ന എന്ന് പറയുന്നത് അത് എത്രമാത്രം ആ സ്ഥാനത്തോട് നീതി പുലർത്താൻ കഴിയുന്നു എന്നുള്ളത് അവര് സ്വയം ശോധന ചെയ്യേണ്ടതാണ്. ഒരു എപ്പിസ്കോപ്പയെ സംബന്ധിച്ച് ഈ എപ്പിസ്കോപ്പ എന്ന പദത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് നമുക്കറിയാം. ഭരണഘടനയുടെ ഇതുപോലെ 8ാം വകുപ്പിന്റെ 3ാം ഇത് പറയുന്ന ഉപവകുപ്പ് ഇങ്ങനെ പറയുന്നത്, എപ്പിസ്കോപ്പ എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ വിഷയത്തിനോ സന്ദർഭത്തിനോ വിപരീതമായി യാതൊന്നും ഇല്ലാത്ത പക്ഷം മർത്തോമാ വലിയ മെത്രാപ്പൊലിത്തയും മെത്രാപ്പൊലിത്തയും സബർ മെത്രാപ്പൊലിത്തയും ഉൾപ്പെടുന്നതാണ് എപ്പിസ്കോപ്പ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പിസ്കോപ്പ എന്ന പദം എന്ന് പറയുന്നത് മർത്തോമാ മെത്രാപ്പൊലിത്തായും സബർ മെത്രാപ്പൊലിത്താമാരും എപ്പിസ്കോപ്പ എന്ന പദവിയിൽ തന്നെയാണ് ആയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ മറ്റ് ഒരു ചോദ്യം ഉയർന്നു വന്നത്, ഒരാൾ എപ്പിസ്കോപ്പയായി ചുമതല ഏൽക്കപ്പെട്ടപ്പോൾ അല്ലെ അവരെ വിളിച്ച സമയത്ത് അന്നേരം വിരമിക്കലില്ല, അതുകൊണ്ട് പിന്നീട് വിരമിക്കല് അവര് തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് വിരമിക്കലില്ല, അതുകൊണ്ട് അവരെ നിർബന്ധപൂർവ്വം വിരമിപ്പിക്കുന്നത് ശരിയല്ല എന്നൊരു വാദവും ഉയർത്തിക്കൊണ്ട് വന്നു. എന്നാൽ നമുക്കറിയാം, നമ്മുടെ ഭരണഘടന അനുസരിച്ച് അതിന്റെ സമ്മതപത്രം കൊടുക്കുമ്പോൾ 36ാമത്തെ കോഴ്സിന്റെ കൂടെ സമ്മതപത്രം കൊടുക്കുമ്പോൾ അവിടെ ഒരു പ്രതിജ്ഞ അവരെടുക്കുന്നുണ്ട്. ഇപ്രകാരം അത് പറയുന്നത്, ഈ സഭയുടെ ഭരണഘടന ഞാൻ അംഗീകരിക്കുന്നത് പ്രഖ്യാപനം ചെയ്യുകയും ഈ സഭയുടെ അംഗീകൃതമായ ചട്ടക്കെട്ടുകളും ആചാര നടപടികളും ഇപ്പോൾ നടപ്പിലിരിക്കുന്ന പ്രകാരവും അഥവാ എൻ്റെ എപ്പിസ്കോപ്പൽ ഭരണകാലത്ത് അവയിൽ ഏതെങ്കിലും ഭേദഗതികൾ ന്യായമായ അധികാരത്തിൽ നിന്ന് വരുത്തുവാൻ ഇടയാകുന്ന പക്ഷം അപ്രകാരം അനുസരിച്ചും കീഴ്പ്പെട്ടും നടന്നുകൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്തുകൊള്ളുന്നു. അതായത് തങ്ങളുടെ എപ്പിസ്കോപ്പൽ ഭരണ സമയത്ത് ഉണ്ടാവുന്ന ഏത് ഭേദഗതികളും അത് അധികാരത്തിൽ വരുത്താൻ ഇടയാകുന്ന പക്ഷം അപ്രകാരം അനുസരിച്ചും കീഴ്പ്പെട്ടും കൊള്ളാമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടാണ് ഈ പദവിയിലേക്ക് ഒരു എപ്പിസ്കോപ്പ കടന്നു വരുന്നത്. അപ്പോൾ
അപ്പോൾ അവരെ സ്ഥാനമേൽക്കുന്ന സമയത്ത് വിരമിക്കലില്ല, അതുകൊണ്ട് ഏക്കാൻ പിന്നീട് വിരമിക്കൽ കൊണ്ടുവരാൻ സാധിക്കത്തില്ല എന്നല്ല. കാലാനുസൃതമായി കൊണ്ടുവരുന്ന ഏത് ഭേദഗതികളും അതിനെ അനുസരിക്കുവാൻ ഇതൊരു എപ്പിസ്കോപ്പായെ സംബന്ധിച്ച് അവർക്ക് ബാധ്യത ഉണ്ടെന്ന് കാണാൻ സാധിക്കും. മറ്റേ ഒരു എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് എന്നതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും ചില ശ്രമമുണ്ട്. അപ്പൊ എപ്പിസ്കോപ്പൽ പദവിയിൽ നിന്ന് തന്നെ ഇറക്കി വിടുന്നു എന്നുള്ള രീതിയിലാണ് ചിലർ പ്രചരിപ്പിക്കാൻ സാധിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, എപ്പിസ്കോപ്പകളുടെ സജീവ സേവനത്തിൽ നിന്നുള്ള വിരമിക്കൽ എന്ന് പറയുന്നത് ഒരിക്കലും എപ്പിസ്കോപ്പ എന്ന പദവിയിൽ നിന്ന് ഒഴിയലല്ല. പകരം ഭദ്രാസന അധ്യക്ഷനോ അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും സംഘടനകളുടെയോ അതിന്റെ ചുമതലയുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിയുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. എന്നാൽ എപ്പിസ്കോപ്പൽ എന്ന പദവി ഒഴിയുക, അതുകൊണ്ട് പൂർണ്ണമായും നമ്മൾ 3 വട്ടം ഓക്സിയോസ് വിളിച്ച് ഉയർത്തിക്കൊണ്ട് വന്ന ഒരാളിനെ നമ്മൾ ഇറക്കി വിടുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ വ്യാഖ്യാനങ്ങളും ആ രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവർ കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഒരു എപ്പിസ്കോപ്പയായി ഒരിക്കൽ ഉയർത്തപ്പെട്ട ആൾ ഒരിക്കലും എപ്പിസ്കോപ്പ എന്ന പദവിയിൽ നിന്ന് അവിടെ ഒഴിയുന്നില്ല. അവർ ഭരണപരമായ ചുമതലകളിൽ നിന്ന് ഒഴിയുന്നില്ല. അവര് എപ്പിസ്കോപ്പായെ സംബന്ധിച്ച് അവരുടെ വൈദിക ശുശ്രൂഷകളെല്ലാം അതുപോലെ തുടരാം. കൗതാശികരമായും മറ്റാരാധന സംബന്ധമായ എല്ലാ ശുശ്രൂഷകളും വരെ തുടരാൻ സാധിക്കും. നമ്മുടെ മുന്നിൽ തന്നെ കാലം ചെയ്ത ഭാഗ്യസ്മരണീയനായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനിയുടെ റിട്ടയർമെന്റ് ലൈഫൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എത്രമാത്രം വളരെയധികം അദ്ദേഹം ആ കാലഘട്ടത്തിലും സജീവമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പദവിയിൽ നിന്ന് ഒഴിയുമ്പോൾ അവരെ സംബന്ധിച്ച്, ഒരു എപ്പിസ്കോപ്പായെ സംബന്ധിച്ച് തങ്ങളുടെ എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു ചിന്താഗതി അത് വളരെയധികം തെറ്റായ ചിന്താഗതിയാണ്. കുറച്ചുകൂടെ അവർക്ക് കൂടുതൽ സമയം ഈ കാര്യത്തിലൊക്കെ ലഭിക്കുകയാണ്. അവരെ ഭരണപരമായ ചുമതലകൾ ഒഴിഞ്ഞ് നമ്മുടെ അതായത് പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും അതോടൊപ്പം ശുശ്രൂഷകൾക്കുമൊക്കെ കൂടുതൽ സമയം കണ്ടെത്താനും അതുപോലെ തന്നെ ആളുകളുമായൊക്കെ നമുക്കറിയാം, ഇപ്പോഴൊരു ഭരണ ചുമതല ഇരിക്കുന്ന ഒരു തിരുമേനിയെ ഒന്ന് ആളുകൾക്കൊക്കെ ഒന്ന് കാണുവാൻ എത്ര സാധിക്കുന്നത്. എന്നാൽ അവർക്ക് ഈ ചുമതലയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു കഴിയുമ്പോൾ കുറച്ചുകൂടൊക്കെ ജനങ്ങളുമായി ഇടപഴകുന്നതിന്, ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനൊക്കെ ഒരു തിരുമേനിമാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മെത്രാച്ചന്മാരെ സംബന്ധിച്ച് കൂടുതൽ സമയം ലഭിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എപ്പിസ്കോപ്പൽ പദവി ഒഴിയലല്ല, പകരം ഇത് അദ്ദേഹത്തിന്റെ ഒരു ഭരണ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കുന്നു. എന്നാൽ വൈദ്യ ശുശ്രൂഷകൾ അതേപടി തുടരാൻ സാധിക്കും എന്ന് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ മാർത്തോമാ സഭയെ സംബന്ധിച്ച് ഇതുപോലെ എപ്പിസ്കോപ്പമാർ, അതായത് അതായത് മെത്രാപ്പോലിത്ത ആയാലും സഫർ മെത്രാപ്പോലിത്ത ആയാലും എപ്പിസ്കോപ്പമാരായാലും ഇതുപോലെ നമ്മുടെ ആത്മീയ പിതാക്കന്മാരാണ്. ആത്മീയ പിതാക്കന്മാരെ അവരുടെ തുടർന്നുള്ള സന്ധാരണവും, അതായത് അത് തന്നെ മെത്രാപ്പോലിത്തയെ സംബന്ധിച്ച് നിലവിലെ ഭരണഘടന തന്നെ പറയുന്നുണ്ട്, മെത്രാപ്പോലിത്ത സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭൗതികമായ എല്ലാ കാര്യങ്ങളും ഇതുപോലെ സഭ അത് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഒരു എപ്പിസ്കോപ്പായെ സംബന്ധിച്ച് അങ്ങനെ ആ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാലും സഭയെ സംബന്ധിച്ച് അതിൻ്റെ തുടർന്നുള്ള അവരുടെ എല്ലാ, അതായത് അവരുടെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ അവരെ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ പോലും അതുപോലെ അവരുടെ എല്ലാ സന്ധാരണങ്ങളും, അജീവനാന്ത സന്ധാരണങ്ങളും പരിരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും സഭ നിർവഹിക്കുന്നതാണ്. അതാണ് 9B കഴിഞ്ഞ് 9C, ആ 9A 9B 9C അതുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതികളാണ്. അപ്പോൾ ഈ ഇതുവരെ ഇനിയും എപ്പിസ്കോപ്പൽ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അവർക്ക് പുതിയ അരമനകൾ നിർമ്മിക്കേണ്ടി വരും, പുതിയ സ്ഥാനങ്ങൾ, അതുപോലെ പുതിയ ജോലിക്കാർ വെക്കേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രചരണങ്ങൾ ഉണ്ടാവുന്നത് കാണാൻ സാധിക്കും. എന്നാൽ സഭയെ സംബന്ധിച്ച് നിലവിൽ തന്നെ ഇതുപോലെ ഇവരുടെ സന്ധാരണങ്ങൾ സഭയുടെ ഒരു ഭാഗമായി നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് എപ്പിസ്കോപ്പൽ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാലും അവരെ ഏത് രീതിയിൽ സന്ധാരണം ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള ലൈഫ് എപ്രകാരം സഭയ്ക്ക് പ്രയോജനപ്പെടുത്താമെന്ന് തീരുമാനിക്കാൻ ആ രീതിയിൽ സഭ ചിന്തിക്കണം. അതിന് പ്രതിനിധി മണ്ഡലത്തിനൊക്കെ അതിന് സാധിക്കും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് കാലഘട്ടത്തിന് ആവശ്യമായി വളരെയധികം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ അതിന് വിരുദ്ധമായി എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റിനെതിരായി പ്രവർത്തിക്കുന്ന ചില വ്യക്തികൾ പറഞ്ഞുണ്ടാക്കുന്ന ചില ചോദ്യങ്ങളെ അതിന് ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇവിടെ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ മണ്ഡലാംഗങ്ങളെ ആ രീതിയിൽ ബോധവൽക്കരിക്കപ്പെടുവാൻ നമുക്ക് സാധിക്കണം. ഇത് എപ്പിസ്കോപ്പൽ പദവി എന്ന് പറയുന്ന ഒരു പദവിയിൽ നിന്നുള്ള ഒഴിവാക്കലല്ല, പകരം അവരെ ഭരണച്ചുമതല അവരുടെ വാർദ്ധക്യം നമുക്കറിയാം. 80 വയസ്സൊക്കെ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിച്ചതാണ് 80 വയസ്സ് എന്ന് കാണാൻ സാധിക്കും. അതായത് ഇപ്പോഴത്തെ നമ്മുടെ
മെത്രാച്ചന്മാർ പലരും ഒരു 6 പേരോളം 70 വയസ്സ് കഴിഞ്ഞവരായതുകൊണ്ടാണ് നമ്മളെ ഇപ്പോൾ 80 വയസ്സ് എന്നുള്ള രീതിയിൽ അതെ, ആക്ച്വലി ഞാൻ 2022 ഭേദഗതി കൊണ്ടുവന്നപ്പോൾ 75 വയസ്സ് എന്നുള്ളതാണ് കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് 80 എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. എന്നാൽ ഭാവിയിൽ അത് കുറച്ചു കൊണ്ടുവരാനും നമുക്കൊരു 70 വയസ്സ് അതിനായിട്ട് നിജപ്പെടുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവരുടെ ഭരണപരമായ ചുമതലകൾ ഒഴിഞ്ഞ ശേഷം മറ്റു രീതിയിൽ സഭ എങ്ങനെയാണ് ഈ മെത്രാച്ചന്മാരെ നമുക്ക് ഉപയോഗപ്പെടുത്താം, അവരെ അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ ഉപയോഗപ്പെടുത്തുന്നതിനെ പറ്റിയൊക്കെ സഭ ചിന്തിക്കേണ്ടതാണ്. ഒരു കാര്യം കൂടെ ഞാൻ ഈ സമയം ഓർപ്പിക്കുന്നത്, കാരണം ഭരണഘടനയുടെ ഭാഗമായിട്ട് അത് ചർച്ചയ്ക്ക് വരുന്നത് കൊണ്ടാണ് ആ കാര്യം കൂടെ ഓർപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. അതിനോടുള്ള യോജിപ്പോ പ്രകടിപ്പിക്കാൻ ഇതിനകത്തിൽ ഭാഗമായിരിക്കുന്ന വ്യക്തികൾക്ക് സാധിക്കും. അതായത് എപ്പിസ്കോപ്പൽ പദവി ഇതുപോലെ, അതായത് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി, സിനഡിന്റെ ഒരു ഭേദഗതി അവിടെ ഭേദഗതിയായിട്ടാണ് ഇതുപോലെ അവതരിക്കപ്പെട്ടത്. എന്നാൽ അതായത് സഭാ കൗൺസിൽ കൊണ്ടുവന്ന ഒരു പ്രമേയത്തിനൊരു ഭേദഗതിയായിട്ടാണ് ഇപ്പോൾ സിനഡ് ഈ അതായത് സ്വയം വിരമിക്കാം എന്നുള്ളത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഭരണഘടന അനുസരിച്ച് സഭാ കൗൺസിലിന്റെ ഭാഗം തന്നെയാണ് എപ്പിസ്കോപ്പൽ സിനഡ്. കഴിഞ്ഞ മണ്ഡലത്തിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഉയർന്നു വന്ന ഒരു തീരുമാനം അറിയിക്കണം എന്നുള്ള രീതിയിൽ അതിനകത്ത് നിർദ്ദേശം ഉയർന്നു വന്നതുകൊണ്ടേ ആയിരിക്കാം എപ്പിസ്കോപ്പൽ സിനഡ് അതിനെ അങ്ങനെ ഒരു നിർദ്ദേശം അത് ഭേദഗതിയായി കൊണ്ടുവരും. എന്നാൽ ഭരണഘടന അനുസരിച്ചൊരു അത് ഭേദഗതിയായിട്ടാണോ കൊണ്ടുവരാൻ സാധിക്കുക, അതോ ഒരു നിർദ്ദേശമാണോ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഭരണഘടനയുടെ വിദഗ്ധരെ അത് അഭിപ്രായം പറയുന്നത്, ഈ ഇന്നത്തെ ഈ ഭരണഘടനാ ചർച്ചയിൽ അത് അഭിപ്രായം പറയുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം 390C അനുസരിച്ച് ഇതുപോലെ എപ്പിസ്കോപ്പൽ സിനഡ് ഒരു എപ്പിസ്കോപ്പൽ സിനഡോട് അംഗങ്ങളായിരിക്കുന്ന സഭാ കൗൺസിലിന്റെ ഒരു പ്രമേയത്തിന് ഭേദഗതി നിർദ്ദേശിക്കാൻ എപ്പിസ്കോപ്പൽ സിനഡിന് സാധിക്കുമോ? അങ്ങനെ സാധിക്കുമെങ്കിൽ അപ്പോഴാണെങ്കിൽ അതിന് ഒരു ഭരണഘടനയുടെ ഒരു നമ്മൾ ഭേദഗതി സമർപ്പിക്കുന്നതിനുള്ള ഒരു കാലഘട്ടത്തിനുള്ളിലല്ല ഈ ഭേദഗതി വന്നിരിക്കുന്നത്. അങ്ങനെ ആ ഭേദഗതി വന്നപ്പോൾ അപ്പോൾ മറ്റ് അതായത് പ്രതിനിധി മണ്ഡലത്തിലുള്ളവർക്ക് നമുക്ക് ഭേദഗതി അവതരിപ്പിക്കാൻ നമുക്കറിയാം കഴിഞ്ഞ ഫെബ്രുവരി അതിനുള്ളിൽ ഈ സ്പെഷ്യൽ മണ്ഡലം കൂടുന്നതിനുള്ളിൽ അതിന് സമയമുണ്ടായിരുന്നു. അതിനുശേഷം എപ്പിസ്കോപ്പൽ സിനഡിന് ഇതിനെ ഭേദഗതിയായിട്ട് കൊണ്ടുവരാൻ സാധിക്കുമോ, അതോ എപ്പിസ്കോപ്പൽ സിനഡിന്റെ ഒരു നിർദ്ദേശമായി കൊണ്ടുവന്ന് പ്രതിനിധി മണ്ഡലം അംഗീകരിക്കുകയാണെങ്കിൽ അംഗീകരിക്കുകയോ അതിന് ഭേദഗതികൾ മറ്റ് ഭേദഗതികൾ കൊണ്ടുവരികയോ ചെയ്യാൻ സാധിക്കും. അത് ആ രീതിയിലാണ് അതിനെ, അതായത് ഇതിനെ ഭേദഗതിയായിട്ടാണോ കൊണ്ടുവരേണ്ടത് അതോ നിർദ്ദേശമായിട്ടാണോ കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം ഉണ്ടാവുന്നത് അടുത്തു വരുന്ന സഭാ പ്രതിനിധിമണ്ഡലത്തിലെ അതിന്റെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് അത് ആ രീതിയിൽ ചർച്ചകളിൽ ഇടപെടാൻ സാധിക്കും. അപ്പൊ അതിലൊരു വ്യക്തത ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിന്റെ വളരെയധികം ഒരു ആവശ്യം എന്ന നിലയിൽ നമുക്ക് എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം എന്ന നിലയിൽ ഈ സെമിനാർ കേൾക്കുന്ന എല്ലാവരും, അതുപോലെ തന്നെ ഇത് പിന്നീട് ഇതിന്റെ ചർച്ചകൾ മണ്ഡലത്തിൽ നടക്കുമ്പോൾ അതിന്റെ ഭാഗമായിരിക്കുന്ന മണ്ഡലങ്ങളെല്ലാം എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിനെ എല്ലാവരും ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. തുടർന്നുള്ള ചർച്ചകളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉയരുവാണെങ്കിൽ അതിനോട് ചേർന്ന് നിന്ന് സംസാരിക്കാമെന്ന് താല്പര്യപ്പെടുന്നു. താങ്ക് യു ജിനു. ഭരണഘടനാ വിധേയരാണ് സഭയിലെ എപ്പിസ്കോപ്പസിയും മെത്രാപ്പോലിത്തായെന്നും ഇത് എപ്പിസ്കോപ്പസിയുടെ വിരമിക്കലല്ല, സജീവ സേവനത്തിൽ നിന്നുള്ള വിരമിക്കൽ മാത്രമാണ്. അല്ലാതെയുള്ള എപ്പിസ്കോപ്പൽ പ്രവർത്തനങ്ങൾ തുടരാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും അതുകൊണ്ട് അവരുടെ റിട്ടയർമെന്റ് അനിവാര്യമാണെന്നും. താങ്ക് യു. ഇനി അടുത്തതായിട്ട് സിജു മാത്യു നമ്മുടെ സംസാരിക്കും. സിജു മാത്യുവിനെ ഞാൻ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട റവറൻ രാജു ജോർജ് അച്ഛൻ, റവറൻ ഡോക്ടർ എബ്രാം കുരുവിള അച്ഛൻ, പ്രിയപ്പെട്ട ബിൽസൺ സാർ, സഹർ പാനലിസ്റ്റുകളെ, സ്നേഹം നിറഞ്ഞ ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് സ്റ്റഡി ഫോറം ശ്രദ്ധിക്കുന്ന സ്നേഹിതരെ, എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. മറ്റ് മുഖവരി ഒന്നും കൂടാതെ വിഷയത്തിലൂടെ കടന്നോട്ടെ. കാലങ്ങളായി നവീകരണ മാർത്തോമാ സഭയിലെ വിശ്വാസികളുടെ ആഗ്രഹമാണല്ലോ മെത്രാച്ചന്മാർ സജീവ സേവനത്തിൽ നിന്നും വിരമിക്കണം എന്നത്. വിരമിക്കൽ എന്ന് പറയുമ്പോഴും ഭദ്രാസന ചുമതല സഭാ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നിന്ന് മാത്രമാണെന്നത് എടുത്തു പറയുകയാണ്. നവീകരണ മാർത്തോമാ സഭയിലെ മെത്രാച്ചന്മാരുടെ റിട്ടയർമെന്റിന്റെ പ്രാധാന്യത്തെ ബൈബിൾ, ക്രിസ്തു സഭകൾ, കോർപ്പറേറ്റ് ലോകം, കേരളം, തദ്ദേശീയം എന്നിവയിലൂടെ ചില വീക്ഷണങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. സജീവ സേവനത്തിൽ നിന്ന് വിരമിക്കുക എന്നത്
നേതൃത്വ നവീകരണത്തിനും സഭാ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും സഹായിക്കുന്ന നിർണായക പരിവർത്തനമാണ്. ബൈബിൾ വീക്ഷണം സജീവമായ ജോലിയിൽ നിന്ന് വിശ്രമത്തിലേക്കും അതുമൂലം പ്രതിഫലനത്തിലേക്കുള്ള പരിവർത്തനത്തെ ബൈബിൾ ഊന്നി പറയുന്നുണ്ട്. സംഖ്യാപുസ്തകം 8-ാം അധ്യായം 24-26 വരെയുള്ള വാക്യങ്ങൾ, 1 ദിനവൃത്താന്തം 23-ാം അധ്യായം 1-ാം വാക്യം, യെശയ്യാവ് 46-ാം അധ്യായം 4-ാം വാക്യം, ലേവ്യ പുസ്തകം 8-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ എന്നിവ സൂചിപ്പിക്കുന്നത് വിരമിക്കല് തുടർച്ചയായ ഉൽപാദനക്ഷമതയുടെയും ആത്മീയ വളർച്ചയുടെയും സമയം ആണെന്നതാണ്. വിരമിക്കലിനെ പ്രതിപാദിക്കുന്ന വാക്യങ്ങൾ ഒന്ന് വായിച്ചു പോകാം. സംഖ്യാപുസ്തകം 8-ന്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ലേവ്യർക്കുള്ള പ്രമാണമാണിത്. 25 വയസ്സ് മുതൽ അവർ സമാധാന കൂടാരത്തിലെ വേല ചെയ്യുന്ന സേവയിൽ പ്രവേശിക്കണം. 50 വയസ്സ് മുതലോ അവർ വേല ചെയ്യുന്ന വേലയിൽ നിന്ന് ഒഴിയണം. പിന്നെ സേവിക്കേണ്ട. എങ്കിലും സമാഗമന കൂടാരത്തിലെ കാര്യം നോക്കുന്നതിന് അവർ തങ്ങളുടെ സഹോദരന്മാരെ സഹായിക്കണം. അടുത്തത് 1 ദിനവൃത്താന്തം 23-1. ദാവീദ് വയോധികനും കാലസമ്പൂർണനുമായപ്പോൾ തന്റെ മകനായ ശലോമോനെ ഇസ്രായേലിന്റെ രാജാവാക്കി. പിന്നീട് യെശയ്യാവ് 46-4 വാക്യം. നിങ്ങൾ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങളെ നരയ്ക്കോളം ഞാൻ നിങ്ങളെ ചുമക്കും ചെയ്തിരിക്കുന്നു. ഞാൻ വഹിക്കുകയും ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. ഇതര ക്രൈസ്തവ സഭകൾ. മറ്റു സഭകളിലെ സജീവ സേനത്തിലുള്ള വിരമിക്കൽ പ്രായം കത്തോലിക്ക സഭ കാനോൻ നിയമപ്രകാരം 75 വയസ്സിൽ, നവീകരണ മാർത്തോമാ സഭയായി സംസർഗത്തിലുള്ള CSI സഭ 67-ാം വയസ്സിലും സജീവ സേവനത്തിൽ നിന്ന് ബിഷപ്പുമാർ വിരമിക്കണമെന്ന് അനുശാസിക്കുന്നു. കോർപ്പറേറ്റ് ലോക വീക്ഷണം. റിട്ടയർമെന്റ് എന്നത് കോർപ്പറേറ്റ് ലോകത്തെ സുസ്ഥിരമായ ഒരു സമ്പ്രദായമാണ്. സാമ്പത്തിക ആസൂത്രണവും പിന്തുടർച്ച തന്ത്രങ്ങളും കാലഘട്ടത്തിനനുസരിച്ച് മെനയുന്നതിൽ വിജയിച്ചവരാണ് ബിൽ ഗേറ്റ്സ്, വാറൻ ബഫറ്റ്, ജാക്ക് വെൽച്ച് തുടങ്ങിയ ലോകം കീഴടക്കിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത് എന്ന് നാം ശ്രദ്ധിക്കണം. ആഗോള ബ്രാൻഡിങ്ങിൽ പേരുകേട്ട സ്ഥാപനമാണല്ലോ സാംസങ്. സ്ഥാപകനായ ലീ ബ്യൂങ്സിൽ 1938-ൽ സാംസങ് സാങ്കോ എന്ന വ്യാപാര സ്ഥാപനം തുടങ്ങി. പിന്നീട് അദ്ദേഹം ഇലക്ട്രോണിക്സ്, തുണിത്തരങ്ങൾ വ്യവസായത്തിലൂടെ സ്ഥാപനത്തെ വളർത്തി. തന്റെ 77-ാമത്തെ വയസ്സിൽ മകൻ ലീ കും ഹീക്കിന് അദ്ദേഹം ചെയർമാൻ സ്ഥാനം നൽകി. അദ്ദേഹം ഔദ്യോഗിക പദവി ഒഴിഞ്ഞു. സ്ഥാപനത്തിന്റെ മെന്റർ എന്ന ചുമതല ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ 77-ാമത്തെ വയസ്സിലെ വിടവാങ്ങൽ പ്രസംഗം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്റെ ഊർജ്ജസ്വലത കുറയുന്നതായി എനിക്ക് തോന്നുന്നു. മാറുന്ന ലോകത്തെ യങ്ങർ ജനറേഷന് പുതിയ ആശയങ്ങളും പ്രതിസന്ധികളെ തരണം ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ എടുക്കേണ്ട തീരുമാനങ്ങളെ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അത് അക്ഷരം പ്രതി ശരിയായിരുന്നു എന്ന് സാംസങ്ങിന്റെ ഇന്നത്തെ വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞുകൊള്ളട്ടെ. കാഞ്ചി കാമകോടി സ്വാമി കാഞ്ചീപുരം ശങ്കരാചാര്യ വിജയേന്ദ്ര സ്വാമിക്ക് മഠത്തിനെതിരെ ചുമതല കൈമാറിയ രീതി. 10 വർഷക്കാലം കാമകോടി സ്വാമികൾ വിജയേന്ദ്ര സ്വാമിയെ ഒപ്പം ഭരണത്തിൽ പങ്കാളിയാക്കി. ശങ്കരാചാര്യ സ്വാമികളുടെ കഴിവിൽ ബോധ്യം വന്നപ്പോഴാണ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ് നൽകി ഈ വലിയ മാതൃക കാട്ടിയത്. അതുപോലെ നമ്മുടെ മെത്രാച്ചന്മാരും സഭയിലെ ഒരു 2ാം നിരയെ വാർത്തെടുത്ത് ബിഷപ്പ് സെക്രട്ടറി സ്ഥാനം നൽകിയും മറ്റു പരിചയസമ്പന്നരാക്കി സഭയെ ഭൗതികമായും ഉയർത്തേണ്ടത് ആവശ്യമാണ്. തദ്ദേശീയമായത് പിന്തുടർന്നത്. കിഴക്കിന്റെ പാരമ്പര്യത്തിലും അപ്പോസ്തോലിക പിന്തുടർച്ചയും അവകാശപ്പെടുമ്പോഴും തദ്ദേശീയമായത് ചിലത് നാം സ്വീകരിച്ചിരുന്നു എന്നത് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തിരുവിതാംകൂർ രാജാക്കന്മാരെ വായിക്കുമ്പോഴും അവരുടെ സാംസ്കാരിക സാമ്പത്തിക പ്രൗഢി വിളിച്ചോതുന്ന ജീവിതക്രമങ്ങൾ, വസ്ത്രധാരണം, വിളിപ്പേരുകൾ, ഉദാഹരണം തിരുമേനി, അരമന, കൽപ്പന, ആജ്ഞ, ദീപവന്ധ്യ, ദിവ്യ, മഹിമശ്രീ, അങ്ങനെയുള്ള രാജകീയ പദപ്രയോഗങ്ങളെല്ലാം തദ്ദേശീയമായി കിട്ടിയതാണ്. സഭ നവീകരിച്ചപ്പോഴും അധികാര കേന്ദ്രമായതിൽ യാതൊരു മാറ്റവും നടത്തിയില്ല. ദേശം കുഴിച്ചു മൂടിയ ഫ്യൂഡൽ കാലഘട്ടത്തെ ഇന്ന് ഓർമ്മയ്ക്കായി അവശേഷിപ്പിക്കുന്നത് നവീകരണ മാർത്തോമാ സഭയിലും ആണെന്നത് ഓർക്കേണ്ടതുണ്ട്. രാജാവ് കാലം ചെയ്തതിനു ശേഷം അനന്തരാവകാശി രക്തത്തിലുള്ളവർ
തദ്ദേശ ഉള്ളവർ മെത്രാച്ചന്മാരായി 1685 മുതൽ വന്നത് ഈ കാഴ്ചപ്പാടിൽ നിന്നാണ്. നവീകരണ മാർത്തോമാ സഭയിലെ ഈ ഫ്യൂഡൽ സംസ്കാരത്തിന് തിരശ്ശീലയിട്ട് പുരോഗമന ചിന്തയോട് കർത്താവ് തമ്പുരാൻ നിലനിന്നിരുന്ന സാമൂഹിക അസമത്വത്തിനെതിരെ പ്രതികരിച്ചതുപോലെ യഹൂദ ന്യായപ്രമാണ പ്രകാരം ശമര്യരുടെ വീടിനടുത്തൂടെ പോകുന്നത് പോലും പ്രമാണ ലംഘനമായിരുന്നപ്പോൾ ശമര്യരുടെ വീട്ടിൽ പോയി അവരുടെ സ്ത്രീയുടെ കയ്യിൽ നിന്നും അവരുടെ പാത്രത്തിൽ വെള്ളം വാങ്ങി കുടിച്ച യേശുക്രിസ്തുവിന്റെ വാഹകരായി മേൽപ്പെട്ട സ്ഥാനം ഏറ്റ തിരുമേനിമാർക്ക് അയ്മേനികൾക്ക് കൈസൂരി കൊടുക്കാൻ പോലുള്ള ഐറ്റം നവീകരണ മാർത്തോമാ സഭയിൽ ഉണ്ടെന്നത് കഴിഞ്ഞ ആഴ്ച നാം കണ്ടതാണ്. മാറ്റം അനിവാര്യമാണ് മുന്നോട്ടുള്ള സഭയുടെ യാത്രയ്ക്ക്. സജീവ സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന മെത്രാച്ചന്മാരുടെ സന്ധാരണമാണ് ചിലർ ഉന്നയിക്കുന്ന മറ്റൊരു വിഷയം. കുറ്റാലത്ത് ബിഷപ്പ് റിട്രീറ്റ് ഹോം നമ്മുടെ മെത്രാച്ചന്മാർ തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. കാലാവസ്ഥയുടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വാർദ്ധക്യത്തിൽ ജീവിക്കാൻ. അതുപോലെങ്കിൽ കോഴഞ്ചേരിയിലെ സ്പിരിച്വാലിറ്റി സെന്റർ മാരാമണിക്കരയിലുള്ള കേന്ദ്രത്തിലോ അവർക്ക് ധ്യാനിക്കാൻ ഏറ്റവും താല്പര്യമുള്ള സ്ഥലങ്ങളോ തിരഞ്ഞെടുക്കാവുന്നതാണ്. സഭയെ സംബന്ധിച്ച് വിരമിക്കുന്ന മെത്രാച്ചന്മാരുടെ സന്ധാരണം ഒരു ബാധ്യതയുമല്ല. പക്ഷെ ഇതൊക്കെ റിട്ടയർമെന്റ് സന്നദ്ധ അറിയിച്ച ശേഷം മാത്രമാണ് ഇതിനെക്കുറിച്ച് ചർച്ച വേണ്ടതും ബഡ്ജറ്റ് ഇട്ട് മുന്നോട്ട് പോകേണ്ടതും. കത്തോലിക്ക സഭ വിരമിക്കുന്ന മെത്രാച്ചന്മാർക്ക് എല്ലാ സൗകര്യങ്ങളും കൂടി കെട്ടിടം പണിത് നൽകി അവരെ താമസിപ്പിക്കുന്നത് പോലെയോ മെത്രാച്ചന്മാരുടെ താല്പര്യം പോലെ ഈ സഭ ചെയ്തു തരും എന്നതിൽ തർക്കമില്ല. 4,17,00,000 IT ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് TDS കിട്ടിയതായിട്ട് ഈ വാർഷിക റിപ്പോർട്ടിൽ നാം കണ്ടതാണ്. അപ്പോൾ ഈ സഭയ്ക്ക് നിങ്ങളുടെ സന്താനം ഒന്നും ഒരു ബാധ്യതയാകില്ല. മറ്റൊന്ന്, പലരും ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, രാഷ്ട്രപതി ഇവരൊക്കെ വിരമിക്കുന്നുണ്ടോന്ന്. പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. രാഷ്ട്രപതി എന്നത് ഒരു ഭരണഘടനാ തലവൻ എന്നതും മാത്രമാണ്. ക്യാബിനറ്റ് നൽകുന്ന ഉപദേശത്തെ സ്വീകരിക്കുക എന്നതും മാത്രമാണ് അദ്ദേഹത്തിന്റെ ചുമതല. നിരവധിയായ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട്. പ്രധാനമന്ത്രി എന്നത് ഓരോ 5 വർഷം ഇരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ കടന്നു വരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കാലാവധി 5 വർഷം മാത്രമാണ്. പക്ഷേ 50-55 വയസ്സിൽ എപ്പിസ്കോപ്പായി തിരഞ്ഞെടുക്കുന്ന ഒരു മെത്രാച്ചൻ ആ പ്രക്രിയയിൽ 30 വർഷത്തോളം കിട്ടുകയാണ്. 30 വർഷത്തോളം കിട്ടുന്നത് 80 വയസ്സാണെങ്കിൽ. പക്ഷെ പിന്നീട് കിട്ടുകയാണെങ്കിൽ ആളുടെ വിവേചന ശക്തി ശരിക്കും നശിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് PM-നെ കാണുന്നത് പോലെയോ മാർത്തോമാ മെത്രാപ്പൊലീത്തമാർ ഭരണപരമായതും ആത്മീയമായതും ഒന്നിച്ച് കൊണ്ടുപോകേണ്ട വ്യക്തികളാണ്. ഭാഗ്യസ്മരണീയനായ മാർ ക്രിസ്തോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത, ഓർത്തഡോക്സ് സഭയിലെ ഭാഗ്യസ്മരണീയനായ മാർ അന്തോണിയോസ് മെത്രാച്ചൻ, കല്ലായ സഭയുടെ പൗലോസ് തുടങ്ങിയ ദേശത്തിന്റെ മേൽപ്പറ്റക്കാരെ ഈ സമയം ഓർക്കുന്നു. സങ്കീർത്തനം 92-ാം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ച് പച്ചപിടിച്ചും കൊണ്ടിരിക്കും. അതേ നമ്മുടെ മണ്ഡലം ഏകാഭിപ്രായത്തിൽ സജീവ സേവന കാലാവധി 80 വയസ്സെന്നത് നിജപ്പെടുത്തി സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അവരെ പുഷ്ടി വെച്ചും പച്ചപിടിച്ചും ദേശത്തിന്റെ മേൽപ്പട്ടക്കാരാകുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. താങ്ക് യു സിജു. നമ്മളുടെ മേൽപ്പട്ടത്ത ശുശ്രൂഷയിലെ ഫ്യൂഡൽ സ്വാധീനങ്ങളുടെ കുറിച്ചും ഇന്ന് എന്തുകൊണ്ട് റിട്ടയർമെന്റ് അനിവാര്യമായിരിക്കുന്നു എന്നതിനെക്കുറിച്ചും CG മാത്യു വിശദമായി സംസാരിച്ചല്ലോ. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ മിസ്റ്റർ മാത്യു തോമസ് നമ്മോട് സംസാരിക്കും. മാത്യു തോമസ്. ഈ മീറ്റിംഗിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ സഭയുടെ കാര്യങ്ങൾ പഠിക്കുകയും ചർച്ച ചെയ്യുന്നതിനും വേണ്ടി തുടർച്ചയായി ഇങ്ങനെയുള്ള മീറ്റിംഗുകൾ ക്രമീകരിക്കുകയും ഇതിന് നേതൃത്വം നൽകുകയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടുമുള്ള അഭിനന്ദനം ഈ സമയത്ത് അറിയിക്കുന്നു. 216-ാമത്തെ മീറ്റിംഗിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ഇതിന്റെ എല്ലാ ചുമതലപ്പെട്ടവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അതിനുശേഷം ആമുഖമായിട്ട് ഞാൻ കൂടുതലൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്നത് നമ്മുടെ സഭയിലെ എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് ഒരു അവലോകനം എന്നുള്ളതാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച എബ്രഹാം ഗുരുവിള അച്ഛൻ, ജിനു പി മാത്യു ബ്രദർ, സിജു ബ്രദർ, അതോടൊപ്പം തന്നെ മോഡറേറ്ററായിട്ട് നേതൃത്വം നൽകുന്ന രാജു അഞ്ചേരി അച്ഛനൊക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ചർച്ചകളിൽ നമ്മൾ പങ്കാളികളാകുന്നവരാണ് മിക്കവാറും നമ്മൾ എല്ലാവരും തന്നെ. ആദ്യമായിട്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് എന്നതിനെ കുറിച്ച് നമ്മുടെ മേൽപ്പട്ടക്കാർ സഭയിൽ 2 തരത്തിലുള്ള നേതൃത്വമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിലവിൽ. ഒന്ന്, ആത്മീയമായിട്ടുള്ള നേതൃത്വം,
അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് നേതൃത്വം. എന്നാൽ നമ്മളുടെ സഭയിൽ എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് നേതൃത്വത്തിന്റെ ചുമതലയിൽ നിന്ന് ഒഴിയുകയും ആത്മീയ നേതൃത്വത്തിന്റെ ചുമതലകൾ ഒഴിയുകയും എന്നാൽ ആത്മീയ ശുശ്രൂഷകളിൽ തുടരുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ മുമ്പിൽ വരുന്നൊരു ചോദ്യമാണ്, മാർത്തോമാ സഭയിൽ ഇങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ടോ? എന്നാൽ ഞാൻ വ്യക്തമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് മാർത്തോമാ സഭയിൽ ഇങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട് എന്ന് തന്നെയാണ്. നമ്മുടെ ആദരണീയനായ അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പോലിത്ത സ്ഥാനം ഒഴിഞ്ഞു. ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മെത്രാപ്പോലിത്ത സ്ഥാനം ഏറ്റെടുത്തു. അതിനുശേഷം ലോകാരാധ്യനായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ മെത്രാപ്പോലിത്ത സ്ഥാനം ഒഴിഞ്ഞു. ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിത്ത ആ സ്ഥാനം ഏറ്റെടുത്തു. ആ മേൽപ്പറഞ്ഞ രണ്ടുപേരും സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം അവര് വിശ്രമ ജീവിതത്തിലേക്ക് പോവുക ആയിരുന്നില്ല ചെയ്യുന്നത്. അവര് നമ്മുടെ സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹീതമായ തരത്തിൽ നമ്മളുടെ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് ക്രിയാത്മകമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകുകയും നമ്മുടെ സഭയോട് ചേർന്ന് നിൽക്കുകയും അവര് ഒരു തരത്തിലും നമ്മുടെ സഭയിൽ നിന്ന് റിട്ടയർ ആയി എന്നുള്ളൊരു തോന്നൽ പോലും നമ്മൾക്ക് ആർക്കും തക്കവണ്ണം അവർ നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചു. നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മളുടെ സഭാ പ്രതിനിധി മണ്ഡലം എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് ചർച്ചയ്ക്ക് വേണ്ടി എടുക്കുകയാണ്. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളെയും അതിന്റെ ഭാവിയെ കരുതിയായിരിക്കണം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ. നമ്മളുടെ സഭയുടെ പ്രവർത്തനങ്ങളോ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ചില വ്യക്തികളുടെയോ അവരുടെ അധികാരങ്ങളോ അല്ലെങ്കിൽ അവരുടെ പദവികളോ സംരക്ഷിക്കുന്നതിന് ഉള്ളൊരു ക്രമീകരണം ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. ഒരു പക്ഷേ ഈ ദിവസങ്ങളിൽ ചർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പം സിമ്പതിപരമായിട്ടുള്ള സംസാരങ്ങള് അല്ലെങ്കിൽ കണ്ണുനീര് സാഹചര്യം ഉണ്ടാക്കുന്ന ചർച്ചകളൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സഭ ഇന്ന് നിലനിൽക്കുന്നത് കർത്താവിനെ കുറിച്ച് പറയുവാൻ, കർത്താവിന്റെ വചനം ജനങ്ങളിൽ എത്തിക്കുക, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. നമ്മളൊരു ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ അല്ല. നമ്മളുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക, ആ സുവിശേഷം ലോകമെങ്ങും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മുടെ സഭയ്ക്ക് ധീരമായ മാതൃകയുള്ള നല്ല നേതൃത്വം ഉണ്ടാകണം. നമ്മുടെ മേൽപ്പെട്ടക്കാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കൊക്കെ അഭിമാനമുണ്ട്, അവരുടെ സ്വഭാവത്തെ കുറിച്ചൊന്നും നമുക്ക് പരാതികളില്ല. എന്നാൽ നമ്മുടെ സഭയ്ക്ക് നേതൃത്വം എന്ന് പറയുന്നത് അവർ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്നവരാകണം, പ്രവർത്തിക്കാൻ തക്ക കഴിവും കപ്പാസിറ്റിയും ഉള്ളവരായിരിക്കണം. ഞാൻ ഉദ്ദേശിച്ച കപ്പാസിറ്റി ആരോഗ്യപരമായ കപ്പാസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ വരും തലമുറയെ ഈ തലമുറയ്ക്ക് വേണ്ടി ഈ സഭ നിലനിൽക്കാനായിട്ട് നമ്മുടെ സഭയ്ക്ക് ഒരു ക്ഷീണാവസ്ഥയിൽ നിൽക്കുന്ന ഒരു എപ്പിസ്കോപ്പായോ അല്ലെങ്കിൽ ഒരു നേതൃത്വത്തിന് അവർക്ക് പ്രവർത്തിക്കാൻ പല ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകും. എന്നാൽ നമ്മുടെ സഭ വീണ്ടും ഏറ്റവും ക്രിയാത്മകമായിട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകണം. നമ്മുടെ വചനം തന്നെ പറയുന്നുണ്ട്, നമ്മളെ വിളക്ക് കത്തിച്ചിട്ട് അത് പറയും കീഴ് വെക്കാനായിട്ടല്ല, അത് തണ്ടിന്മേലിരിക്കണം, തണ്ടിന്മേൽ നിന്ന് ശോഭിക്കണം, തണ്ടിന്മേൽ നിന്ന് ശോഭിച്ച് അനേകരുടെ ജീവിതത്തിൽ അത് വെളിച്ചമാകണം. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമുണ്ട്, നമ്മളുടെ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നേതൃത്വമില്ലായ്മ മൂലം ഒരുപക്ഷെ നമ്മുടെ വിളക്ക് പറയിൻ കീഴിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ആ സാഹചര്യം നമുക്ക് മാറണം. നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ മുമ്പിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് ദൈവകൃപ വേണം. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു നേതൃത്വം ഉണ്ടാവണം. നമ്മുടെ സഭയ്ക്ക് കാലാകാലങ്ങളിൽ അതിനെ ക്രിയാത്മകമായിട്ട് നയിക്കാനായിട്ട് നല്ല നേതൃത്വം ഉണ്ടാവണം. നമ്മുടെ സഭ 10-15 പേർക്ക് വേണ്ടിയുള്ള അവരുടെ അധികാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെ അവരുടെ പദവികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരിക്കലും നമുക്ക് ചുരുക്കാനാവില്ല. നമ്മുടെ സഭ ഒരു വരും തലമുറയ്ക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ നമ്മളുടെ മാർത്തോമാ സഭാംഗങ്ങൾക്ക് വേണ്ടിയല്ല, അനേകരിൽ പുതുതായിട്ട് സുവിശേഷം എത്തണം. അതിനുവേണ്ടി നമ്മുടെ സഭയെ ഒരുക്കണം, അതിനുവേണ്ടി സഭയ്ക്ക് നേതൃത്വം നൽകണം. അതിനുവേണ്ടിയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ സഭയ്ക്ക് ഏറ്റവും ആത്മീയമായിട്ടുള്ളൊരു നേതൃത്വം ഉണ്ടാകണം. കുറഞ്ഞ പക്ഷം ഒരു 80-ാം വയസ്സിലെങ്കിലും നമ്മളുടെ മേൽപ്പെട്ടക്കാർ അതിന് വിരമിക്കേണ്ടതായിട്ടുണ്ട്. 80-ാം വയസ്സിൽ അപ്പൊ അവര് പറയുന്ന ഒരു ന്യായമായിട്ട് പറഞ്ഞൊരു കാരണമുണ്ട്, ഞങ്ങള് സർവീസിലേക്ക് പ്രവേശിച്ചപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ ഈ ചുമതല ഏൽപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രായപരിധി തന്നിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളോട് വിരമിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അത് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പല പ്രാവശ്യം നമ്മൾ ചർച്ചകൾ കൂടി അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു, നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. നമ്മളുടെ ഒരു പട്ടത്ത ശുശ്രൂഷയിലേക്ക് ഏൽപ്പിച്ചത് 65 വയസ്സ് വരെയാണ്. ആ 65 വയസ്സിന് ശേഷം സഭയാണ്
ഈ വ്യക്തികളായിട്ടുള്ളവരെ അല്ലെ പട്ടക്കാരായിട്ടുള്ളവരെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി അവരെ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട ജിനു ബ്രദർ ഓൾറെഡി പറഞ്ഞു, അവരുടെ അതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പ്ലഡ്ജിനകത്ത് തന്നെ അത് പറയുന്നുണ്ട്. സഭ എടുക്കുന്ന കാലാകാലങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളെ അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഒരു കാരണവശാലും അവര് നമ്മളോട് ആവശ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്, അല്ലെ നമ്മുടെ മുമ്പിൽ ഒരു ഡിമാൻഡ് അവർ വെക്കുകയല്ല ചെയ്യുന്നത്, ഞങ്ങൾ ഇത്ര നാൾ ഇരുന്നോളാമെന്ന്. സഭ എത്ര നാൾ അവരുടെ സേവനം ആവശ്യമായിട്ട് വരുന്നു അത്രയും നാള് സഭ ആവശ്യപ്പെടുകയും അത്രയും നാൾ ആ സേവനത്തിൽ അല്ലെ ആ ഒരു നേതൃത്വ സഭയ്ക്ക് നൽകുകയുമാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ തവണ കൂടിയ സഭാ പ്രതിനിധി മണ്ഡലം നമ്മൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് സിനഡിന്റെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടി ഒരു അവസരം കൂടെ കൊടുത്തു. എന്നാൽ തിരിച്ചു വന്നത് ഒരു അഭിപ്രായം പറയുകയായിരുന്നില്ല, അതിന് ഒരു ഭേദഗതി നിർദ്ദേശമാണ് ശരിക്കും പറഞ്ഞത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിനഡിന്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കം ഉണ്ടായി നമ്മൾ കേൾക്കുമ്പോൾ അതിനകത്ത് വളരെ നിഷ്കളങ്കമായിട്ട് നമുക്ക് തോന്നും. ഒരു അഭിപ്രായം പറഞ്ഞതല്ല ഉള്ളോ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞേ ആ പറഞ്ഞേക്കുന്ന ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ഭേദഗതി എന്ന് പറയുന്നത് 80-ാം വയസ്സിൽ വേണമെങ്കിൽ വിരമിക്കാവുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കാം, ആർക്ക് വേണമെങ്കിൽ എന്നുള്ള സഭയുടെ ആവശ്യം എന്നത് എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് ഉണ്ടാവണം എന്നുള്ളതാണ് സഭയുടെ ആവശ്യം. ഒരുപക്ഷെ അവരുടെ മുമ്പിലുള്ള ചില സ്വാഭാവികമായിട്ട് മാനുഷികമായിട്ട് ചില ചിന്തകൾ ഉണ്ടാക്കാം. ഇപ്പോൾ ലഭിക്കുന്ന സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന പദവികൾ, ഇപ്പോൾ ലഭിക്കുന്ന അധികാരങ്ങളൊക്കെ തുടർന്നും ലഭിക്കുമോ? എന്നാൽ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ മാർത്തോമാ സഭയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഉൾപ്പെടെ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ മേൽപ്പട്ടക്കാരെ ഏറ്റവും മാന്യമായിട്ടും ഏറ്റവും വാത്സല്യത്തോടും കൂടി അവർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും അത് അവർക്ക് നൽകിക്കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും നൽകിക്കൊണ്ട് അവരെ സംരക്ഷിച്ചു പോകുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. തുടരും നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഉണ്ടാവണം. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ സഭയ്ക്ക് തീർച്ചയായിട്ടും ഏറ്റവും ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്ന, ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. നമ്മുടെ എല്ലാ എപ്പിസ്കോപ്പമാരുടെയും പ്രവർത്തനങ്ങളെ നന്ദിയോടുകൂടി ഓർക്കുന്നു. നമ്മുടെ എല്ലാ എപ്പിസ്കോപ്പമാരുടെയും പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ നമുക്ക് പറയാനായിട്ടുള്ളത്, നമ്മളുടെ എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റിനെ കുറിച്ച് ഒരു പ്രായപരിധി നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ മാത്രമേ, അത് 75 വയസ്സാകട്ടെ, അല്ലെ 70 വയസ്സാകട്ടെ, അല്ലെ 80 വയസ്സാകട്ടെ, നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ ഒരു പ്രായപരിധി നമുക്ക് എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റിന് വേണ്ടി നമുക്ക് നിശ്ചയിച്ചാൽ മാത്രമേ നമുക്ക് നമ്മളുടെ പുതിയ തലമുറയിൽ നിന്നും പുതിയ ആളുകളെ യഥാസമയം കണ്ടെത്തുന്നതിനും അവരെ അതിനുവേണ്ടി ഒരുക്കുന്നതിനും, പെട്ടെന്ന് ഒരു ആളിന്റെ ഒരു വേക്കൻസി വരുമ്പോൾ മാത്രം നമ്മൾ ഒരാളെ തിരഞ്ഞെടുത്ത ആ പദവിയിലോട്ട് ചെയ്യുന്നവരായിട്ടല്ല. എന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ, നമ്മളുടെ മുമ്പിൽ ഒരു പരിധി ഉണ്ടെങ്കിൽ നമുക്ക് അതിനുവേണ്ടി യുക്തമായ ആൾക്കാരെ യഥാസമയം കണ്ടെത്തുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ അവരെ ഒരുക്കുന്നതിന് വേണ്ടി, അവരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് അങ്ങനെ കണ്ടെത്താനാവും. അത് നമ്മുടെ സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാവും. വചനം തന്നെ പറയുന്നു, നമ്മുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം, അതിന്റെ പ്രയാസവും അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖമത്രേ. അത് മാനുഷികമായിട്ടും അങ്ങനെ. ഈ 80 കഴിഞ്ഞാൽ അതിന്റെ പ്രയാസവും പ്രതാപവും അത് സഭയ്ക്കും ഉണ്ടാകും, അതിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വരുന്ന സഭാ പ്രതിനിധി മണ്ഡലത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ എല്ലാ സഭാ പ്രതിനിധി അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രാർത്ഥനാപൂർവമായിട്ടുള്ള ഒരു ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണം. നമ്മുടെ സഭ ഏറ്റവും ശോഭയോടുകൂടി ഈ സമൂഹത്തിൽ, നമ്മൾ ആഗോള സഭയാണ് നിലവിൽ, നമ്മളുടെ ധാരാളം ആളുകൾ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു, നമ്മളുടെ ഇടവകൾ ധാരാളമുണ്ട്. നമ്മുടെ സഭ കർത്താവിന് വേണ്ടി ഏറ്റവും അനുഗ്രഹീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ഈ വിഷയം എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് സഭാ പ്രതിനിധി മണ്ഡലത്തിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ എല്ലാ സഭാ പ്രതിനിധി അംഗങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. എന്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു മാത്യു തോമസ്. എപ്പിസ്കോപ്പസിയിൽ നിന്നും വിരമിക്കുക എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഉത്തരവാദിത്തങ്ങൾ നിന്നാണ് വിരമിക്കുന്നതെന്നും ആത്മീയ ഉത്തരവാദിത്തങ്ങൾ തുടരുകയാണെന്നും സഭ വിളക്ക് പോലെ ലോകത്തിൽ പ്രകാശിക്കുവാൻ റിട്ടയർമെന്റ് അനിവാര്യമാണെന്നും യുക്തമായ ആളുകളെ കണ്ടെത്തുവാൻ അത് സഹായിക്കുമെന്നും അതുകൊണ്ട് റിട്ടയർമെന്റ് ആവശ്യമാണെന്നുമാണ് പ്രിയ മാത്യു തോമസ് നമ്മോട് പറഞ്ഞത്. ഈ പ്രബന്ധ അവതരിപ്പിച്ച എബ്രഹാം കുരുളയച്ചൻ ഉൾപ്പെടെ സംസാരിച്ച 4 പേരും ഒരേ ആശയങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. അവരെയെല്ലാം ഞാൻ അഭിനന്ദിക്കുന്നു. ഇപ്പോൾ വിൽസൺ കരിമന്നൂര് അനൗൺസ്മെന്റ് നടത്തും. അതിനുശേഷം നമ്മൾ
ഓപ്പൺ ഫോറത്തിലേക്ക് പ്രവേശിക്കും. അനൗൺസ്മെന്റ് ഉള്ളത്, അടുത്ത ശനിയാഴ്ച രാത്രി 8:30 217 വെബിനാർ നടക്കുന്നതായിരിക്കും. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പ്രകാരം അറിയിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതേ ലിങ്കും ഇതേ പാസ്വേഡും ആയിരിക്കും. നല്ലൊരു വിഷയമായിട്ടായിരിക്കും വരുന്നത്. പുതിയ അംഗങ്ങൾക്കൊക്കെയും പ്രവേശിക്കുവാനുള്ള അവസരമുണ്ട്. ഏവരെയും അടുത്ത ശനിയാഴ്ചത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു വിൽസൺ. ഇപ്പോൾ പേരുകളെ ആരാണ് വിളിക്കുന്നത്? പേരുകൾ ആരാ? വിൽസൺ സാർ വിളിക്കട്ടെ. തോമസ് പി വർഗീസ് ജോസ് ഇപ്പോൾ സംസാരിക്കുന്നതായിരിക്കും. ഗുഡ് ഈവനിങ്. നമ്മുടെ ജിനു സാർ പറഞ്ഞ ഒരു പോയിന്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അത് ഈ എപ്പിസ്കോപ്പൽ സിനഡ് കൊണ്ടുവരുന്ന ഭേദഗതിയായിട്ടാണ് കൊണ്ടുവരുന്നത്. നമ്മുടെ ഈ അജണ്ടയിൽ അത് 4ാമത്തെ ഐറ്റമായിട്ടാണ് കൊണ്ടുവരുന്നത് മിനിറ്റ്സ് മണ്ഡലത്തിൽ. അപ്പോൾ അതിന്റെ ഭരണഘടനാപരമായ അത് നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നുണ്ട്. അത് കാരണം അവർക്ക് അങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരാനായിട്ട് റൈറ്റ് ഉണ്ടോ? കൗൺസിലിന്റെ ആലോചനയില്ലാതെ, കൗൺസിലില്ലാതെ, തീരുമാനപ്രകാരം അല്ലാതെ ഡയറക്റ്റായിട്ട് കൊണ്ടുവന്നതായിട്ട് അതിനകത്ത് എഴുതിയേക്കുന്നു. 4ാമത്തെ ഐറ്റമായിട്ട് 7-8-9 കൂടുന്ന വിശേഷാവധി മണ്ഡലം തീരുമാനിച്ച പ്രകാരം ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പൽ സിനഡ് അവതരിപ്പിക്കുന്ന വകുപ്പ് ബിയുടെ ഭേദഗതി എന്നും പറഞ്ഞാണ് അവർ വരുന്നത്. അപ്പോൾ അതിന്റെ നിയമസാധുത ഒന്ന് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് അതൊരു ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട്. ഒന്നാമത്. രണ്ടാമത്, നമ്മളവിടെ സ്വീകരിക്കുന്ന നിലപാട് എങ്ങനെയാണെന്നുള്ളതാണ്. മണ്ഡല യോഗത്തിൽ ഇത് അവതരിപ്പിച്ച് കഴിയുമ്പോൾ മണ്ഡലാംഗങ്ങൾ ഏത് രീതിയിലായിരിക്കും അതിനെ ഡിബേറ്റ് ചെയ്യുന്നത്, ഏത് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് കൂടെ നമ്മൾ ഈ വെബിനാറിൽ ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവർ കൊണ്ടുവരുന്ന വാദമുഖങ്ങൾ അതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാനുള്ളതായ വാദങ്ങളെല്ലാം ഇപ്പം നമ്മൾ കേട്ട് കഴിഞ്ഞു. പക്ഷെ നമുക്ക് വേണ്ടിയത് പാർട്ടിസിപ്പൻസ് ആണ് വേണ്ടത്. അവിടെ ആളുകളില്ലാതെ വന്നാൽ, കുറഞ്ഞ പക്ഷേ ആൾക്കാർ എഴുന്നേറ്റെങ്കിലും നിൽക്കാനെങ്കിലും ഒരു സംവിധാനം അവിടെ ഒരുക്കാതിരുന്നാൽ ഈ ഡിബേറ്റൊക്കെ വാട്സാപ്പിലും നമ്മുടെ ഈ വെബിനാറിലുമായിട്ട് ഒതുങ്ങിപ്പോകും എന്നൊരു ആശങ്ക എനിക്കുണ്ട്. അതിനോടുള്ള ഒരു ക്രമീകരണം നമ്മൾ ദയവായി ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കും. മറുപടി പറയാമോ? അതായത് ഭരണഘടന നമ്മുടെ 390A-B-C നോക്കുകയാണെങ്കിൽ ഈ ഭരണഘടനയിൽ പറയുന്ന ഏതെങ്കിലും വകുപ്പ് രാജ്യത്തോ സംസ്ഥാനത്തോ നിലവിൽ വരുന്നതോ ആയ നിയമങ്ങൾ മൂലമോ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ മൂലമോ പ്രവർത്തികമാക്കുവാൻ സാധിക്കാതെ വരികയാണെങ്കിൽ സഭാ കൗൺസിലിന്റെ ആലോചനയോടുകൂടി യുക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും മെത്രാപ്പോലീത്തയ്ക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 2. ബി, സഭയെ സംബന്ധിക്കുന്നതും എന്നാൽ ഈ ഭരണഘടന പറയുന്ന വകുപ്പിന്റെ ഏതിന്റെ എങ്കിലും പരിധി വരാത്തതോ വ്യക്തമായ നിബന്ധനകളില്ലാത്തതോ നടപടിക്രമങ്ങൾ സംബന്ധിച്ച് അവ്യക്തമായ സംഗതികളിൽ യുക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മെത്രാപ്പോലീത്തയ്ക്ക് അവകാശമുണ്ടായിരിക്കും. സി പറയുന്നത്, മേൽ 390A-B വകുപ്പ് പ്രകാരം എടുക്കുന്ന തീരുമാനങ്ങൾ അടുത്തുകൂടുന്ന മണ്ഡലയോഗത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതും അതിനെ സ്ഥിരപ്പെടുത്തിയോ ഭേദപ്പെടുത്തിയോ ഇതിന് മണ്ഡലത്തിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതായത് മേൽ പറഞ്ഞ A-B എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അതിലെടുത്ത തീരുമാനങ്ങൾ മണ്ഡലത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എപ്പിസ്കോപ്പൽ സിനഡിന് അപ്പോൾ റിപ്പോർട്ട് ചെയ്യാനേ അധികാരമുള്ളൂ. ഒരു മണ്ഡലം എടുത്ത തീരുമാനത്തിലെ ഏതെങ്കിലും അത് സംബന്ധിച്ചോ എടുത്ത തീരുമാനം റിപ്പോർട്ട് ചെയ്യുക, അതിനെ സ്ഥിരപ്പെടുത്തിയോ ഭേദപ്പെടുത്തിയോ ചെയ്യുന്നതിന് മണ്ഡലത്തിനാണ് അധികാരം. അപ്പോൾ അതായത് സഭാ കൗൺസിലിന്റെ ഭാഗമായിരിക്കുന്ന എപ്പിസ്കോപ്പൽ സിനഡിനെ സഭാ കൗൺസിൽ കൊണ്ടുവന്ന ഒരു പ്രമേയത്തിന് ഭേദഗതി നിർദ്ദേശിക്കാൻ സ്വാഭാവികമായും ഈ വകുപ്പ് അനുസരിച്ച് റൈറ്റ് ഇല്ല അവർക്കെന്നാൽ ഇത് മണ്ഡലം ആവശ്യപ്പെട്ടത് കൊണ്ട് ഒരു നിർദ്ദേശമായി കൊണ്ടുവരാം. അപ്പൊ അതിനെ സ്ഥിരപ്പെടുത്തിയോ ഭേദപ്പെടുത്തിയോ ഇതിന് മണ്ഡലത്തിനാണ് അധികാരം. അതുകൊണ്ട് ഈ ഭേദഗതി നിലനിൽക്കുന്നതാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിനകത്തിൽ ഇത് ഭേദഗതിയല്ല, ഇത് നിർദ്ദേശമായിട്ടാണ് വരണേ. എന്നാൽ അത് വേണമെങ്കിൽ സ്വീകരിക്കാനും അത് ഭേദഗതി ചെയ്യാനുള്ള റൈറ്റ് മണ്ഡലത്തിലാണ്. അതാണ് എനിക്ക് മനസ്സിലായ കാര്യം. അതിനെ സംബന്ധിച്ച ഭരണഘടന വായിച്ചെന്ന് മനസ്സിലായ സംഗതി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ വിരുദ്ധമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ സ്വീകരിക്കാവുന്ന. ഓക്കെ, നമുക്ക് അടുത്ത ആള് ജോസ് തോമസ് UESI ആണ്. അത് കഴിഞ്ഞിട്ട് മനോജ് ഉതുപ്പ് തുടർന്നുള്ള ഇനിയുള്ള പേരുകളെ ബെന്നി തോമസ് പരിമണമായിരിക്കും വിളിക്കുന്നത്. ഞാനൊരു ചെറിയ സംശയം ചോദിക്കാനായിട്ടാ. നമ്മളിപ്പോ കേട്ട പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും പറഞ്ഞത്, അച്ഛൻ പറഞ്ഞതും എല്ലാം 80 വയസ്സ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കുമല്ലോ മണ്ഡലത്തിൽ പ്രസ് ചെയ്യുന്നത്. എന്നാൽ അതിലും കുറച്ചും കൂടെ ഇത് കുറച്ച് വയസ്സ്
കുറച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോഴേ? 80 എന്ന് പറയുന്നത് വീണ്ടും അതൊരു വലിയ അപ്പർ ലിമിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അതിന്റെ ഒരു സജഷനോ അല്ലെങ്കിൽ സംശയമായിട്ടോ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ബിഷപ്സിന് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ 80 എന്ന് വെക്കുകയും ഇനിയും വാഴിക്കാനിരിക്കുന്ന ആളുകൾ, പുതിയ ആളുകൾ വരുമ്പോൾ അത് 70 തീരുമാനമാകുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇതിനൊരു സ്റ്റോപ്പ് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും 80 കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ ഇതുപോലെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണ്ടേ? അങ്ങനെ ഒരു പ്രാക്ടിക്കൽ സജഷനാണ് ഞാൻ പറഞ്ഞത്. ഒരു സംശയമായിട്ടൂടെ ചോദിച്ചത്, റെസ്പോണ്ട് ചെയ്യാമോ? അതായത് ഇതിലെ നിർദ്ദേശം നല്ല സഹതാർഗമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു ഭരണഘടനയെ തന്നെ നമുക്ക് അതിനകത്തിൽ ഇപ്പോൾ ഭരണഘടനയുടെ ഇതിൽ അങ്ങനെ നമുക്ക് ഇപ്പോൾ അത് രണ്ടുകൂടെ ചേർത്ത് പറയാൻ സാധിക്കുമോ എന്നുള്ളത് സംശയമാണ്. കാരണം അതൊരു കോൺട്രഡിക്ഷൻ ഉണ്ടാകത്തില്ലേ. അതുകൊണ്ട് ഇപ്പോൾ 80 വയസ്സ് എന്ന് നിജപ്പെടുത്തുകയും കാലഘട്ടം എന്ന് വെച്ചാൽ മുമ്പോട്ട് പോകുമ്പോൾ ഭേദഗതിയായിട്ട് തന്നെ വന്നത് 75 വയസ്സിലേക്ക് അല്ലെ 70 വയസ്സിലേക്ക് കുറയ്ക്കുന്നതായിരിക്കും സൗകര്യം. അതല്ല രണ്ടും ചേർത്ത് ഒരുമിച്ച് പറയാൻ സാധിക്കുമോ? കാരണം അതൊരു ഭരണഘടന സംബന്ധിച്ച് അപ്പൊ ഭരണഘടന വകുപ്പുകൾ തമ്മിലൊരു കോൺട്രഡിക്ഷൻ അവിടെ ഉണ്ടാവത്തില്ലയോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. സാറേ, അപ്പോഴത്തേക്ക് പുതിയ ആളുകളെ വായിച്ചുകൊണ്ടിരിക്കത്തില്ലേ? അപ്പൊ നമ്മൾ ഈ 80 എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യും. അതെ, അതാ ഞാൻ പറഞ്ഞേ, ഒരു ഭേദഗതി എപ്പം വരെയാണ് നിലനിൽക്കുന്നത്? അടുത്തൊരു ഭേദഗതി വരുന്ന വരെയാണ് അതിനെ. അപ്പൊ ഒരു ഞാൻ പറഞ്ഞില്ലേ, മുന്നോട്ട് പോകുമ്പോൾ ഇതൊരാവശ്യമായ മണ്ഡലത്തിൽ തോന്നിയാൽ അത് മണ്ഡലം 75 നിജപ്പെടുത്തുക അല്ലെ 70 നിജപ്പെടുത്തുക. അതല്ലേ സാധിക്കത്തുള്ളൂ. അതല്ലാതെ നമുക്ക് പറയാൻ പറ്റുമോ ഇനിയും വാഴിക്കാൻ ഇപ്പോഴുള്ളവർക്ക് 80 ഇനി വരാൻ പോകുന്നവർക്ക് 70? അങ്ങനെ വരുമ്പോൾ അതൊരു അവകാശത്തിന്റെയോ ഇതിന്റെയോ ഒക്കെ തർക്കമായി അത് മാറത്തില്ല. അതിനെ സംബന്ധിച്ച് അതിനേക്കാൾ നല്ലതൊരു ഭേദഗതിയായിട്ട് പിന്നീട് അത് കൊണ്ടുവന്ന് 70 വയസ്സോ അല്ലെ നിജപ്പെടുത്തുക അല്ലെ 75 വയസ്സാക്കി നിജപ്പെടുത്തുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് എന്നുള്ളതാണ് ഒരു അഭിപ്രായം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്തതായിട്ട് ശ്രീ മനോജ് ഉതുപ്പാണ്. ശ്രീ മനോജ് ഉതുപ്പിനെ ഞാൻ ആദ്യമേ പറയട്ടെ, എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് എന്റെയും ഒരു താല്പര്യമാണ്. ഞാൻ അതിൽ വളരെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. എങ്കിലും 2-3 കാര്യങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ടുണ്ട്. ബിക്കോസ് ഇന്ന് സംസാരിച്ച 4 പേരും റിട്ടയർമെന്റ് വേണം എന്നുള്ളൊരു വ്യൂവിലുള്ളവരായിരുന്നു. അത് നമുക്കൊരു ഓപ്പോസിറ്റ് സൈഡ് കയറ്റാനുള്ള ഒരു അവസരം അതിൽ കിട്ടിയിട്ടില്ല. അപ്പം അത് ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ഒരാളെങ്കിലും ഒരു ഡിഫറെന്റ് വ്യൂവിൽ വരുന്നവരെ കാണണം എന്നുള്ളത് ഒരു ജനാധിപത്യത്തിന്റെ അത്യാവശ്യമാണ്. 2, മാർത്തോമ സഭ ഒരു ജനാധിപത്യ സഭയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം അങ്ങനെ അല്ല എന്നുള്ളതാണ് സത്യം. ഒരു ജനാധിപത്യ സഭയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരെ അവിടുന്ന് മാറ്റാനുള്ള അവകാശവും കൂടി വേണം. ഇന്ന് നമ്മൾ എപ്പിസ്കോപ്പൽ അല്ലെങ്കിൽ ബിഷപ്പുമാരെ തെരഞ്ഞെടുക്കെങ്കിലും അവരെ മാറ്റാൻ അവരുടെ ഒരു ബിഷപ്പിന് വേണ്ട മിനിമം ഒരു കേപ്പബിലിറ്റിയാണ് മോറൽ സൈഡ് നല്ലതായിരിക്കണം എന്നുള്ളത്. സാമ്പത്തികമായിട്ടും മറ്റുള്ള കാര്യങ്ങളിലും ഒരു നല്ല ഒരു മോഡലായിരിക്കണം എന്നുള്ളത്. നമുക്ക് അങ്ങനെ അല്ലാത്തവരെ മാറ്റാനുള്ള ഒരു അവകാശം ഇന്നില്ല. അത് തന്നെ ജനാധിപത്യത്തിനെതിരാണ്. 3-ാമത്തെ കാര്യം, നമ്മൾ അരമന എന്നൊക്കെ പറയുന്നത് പഴയ ഒരു ഗോത്രവർഗ അല്ലെങ്കിൽ ഒരു ഫ്യൂഡൽ ഇതിന്റെ ഒരു മോഡലാണ്. അപ്പം സഭയിൽ ഇന്ന് ജനാധിപത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഏകാധിപത്യമാണെന്നുള്ളതാണ് സത്യം. അതിന്റെ ഒരു അഡീഷണൽ പോയിന്റ് കൂടിയാണ് സിനഡിന്റെ മറുപടി. സിനഡ് ഏകാധിപത്യപരമായിട്ട് എപ്പിസ്കോപ്പൽ ഇതിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. ഒരു ജനാധിപത്യത്തിൽ അതും ശരിയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനഡിൽ ഇരിക്കുന്നവരെല്ലാം ആരാണെന്നും കൂടി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും. ഓക്കെ, അപ്പം ഈ 3 കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഇനി നമ്മുടെ സംസാരിച്ചവർ പറഞ്ഞതിൽ 1-2 കാര്യങ്ങൾ. ഒന്ന്, എപ്പിസ്കോപ്പ എന്നുള്ളതും ബിഷപ്പ് എന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എപ്പിസ്കോപ്പ എന്നാൽ ഒരു ഓവർസിയർ എന്നുള്ള ഒരു പൊസിഷനും ബിഷപ്പ് എന്നാൽ ഒരു ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരാളുമാണ്. ഓക്കെ, അപ്പം ഓവർസിയർ എന്നുള്ളത് ഒരു മാനേജ്മെന്റൽ ഇതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബിഷപ്പ് എന്നുള്ളത് പറയുന്നത് ആത്മീയമാണോ അഡ്മിനിസ്ട്രേറ്റീവ് ആണോ എന്നുള്ളത് നോക്കണം. അത് ഏത് സമയത്താണ് ആത്മീയവും അഡ്മിനിസ്ട്രേറ്റീവും ആയിട്ട് മാറുന്നത് എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ അടുത്തൊരു ചോദ്യം വരുന്നത് എന്ത് ഏജിൽ റിട്ടയർമെന്റ് വേണം എന്നുള്ളതാണ്. പലരും പറഞ്ഞു 80 എന്നുള്ളത് ഒരു കൺവീനിയൻസ് ആയിട്ട് എടുത്തത് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നുമില്ല എന്ന് എന്തെങ്കിലും ആകട്ടെ എന്നുള്ളൊരു ചിന്തയാണ്. എന്നാൽ ഇപ്പം പല പാർട്ടിസിപ്പൻസും പറഞ്ഞതുപോലെ
60 വയസ്സാണ് സീനിയർ സിറ്റിസൺ ആയിട്ട് WHO പറയുന്നത്. നമ്മളുടെ സഹോദര സഭകൾ അല്ലെങ്കിൽ മറ്റു സഭകൾ 70-നും 75-നും ഇടയ്ക്കാണ് റിട്ടയർമെന്റ് പറയുന്നത്. പിന്നെ എന്തിന് 80 വയസ്സാക്കണം എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അഗെയിൻ ഇപ്പൊ ഏറ്റവും അവസാനം വന്ന ഒരു ചോദ്യമാണ് 80 വയസ്സാക്കിയിട്ട് പിന്നെ എന്തിന് 70 പിന്നെ അത് കുറയ്ക്കാൻ പറ്റുമെന്ന്. ഇതൊരു വലിയൊരു മൂവ്മെന്റ് ആണ്. ജിനു എല്ലാം ഏറ്റെടുത്ത വലിയൊരു മൂവ്മെന്റ് ആണ് ഈ എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് എന്നുള്ളത്. നാളെ ആൾക്കാർക്ക് അതിനുള്ള താല്പര്യമോ ഇഷ്ടമോ ഉണ്ടാവുമോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അപ്പം നമ്മളൊരു ഒരു മൂവ്മെന്റ് നടക്കുമ്പം അത് ഏറ്റവും ഗുണപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുത്തണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു 70 വയസ്സോ 75 വയസ്സോ ആണ് നോക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഏറ്റവും വലിയ പ്രധാനമായിട്ട് നോക്കേണ്ടത് അച്ഛൻ പറഞ്ഞത് എനിക്ക് പൂർണ്ണമായിട്ടും താല്പര്യമില്ലെങ്കിൽ എബ്രഹാം കുരുവിള അച്ഛൻ പറഞ്ഞത് ഈ എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റും സാമ്പത്തിക കൺട്രോളും തമ്മിൽ എങ്ങനെയാണ് ബന്ധിപ്പിക്കേണ്ടത്, അത് രണ്ടും ഇമ്പോർട്ടന്റ് കാര്യമാണ്. തീർച്ചയായിട്ടും സഭയുടെ സാമ്പത്തികമായിട്ടുള്ളതും അഡ്മിനിസ്ട്രേറ്റീവ് ആയുള്ള കാര്യങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർ വേണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകൃതമായി ചിലവരിൽ മാത്രം പോകുന്നത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആത്മീയമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ആത്മീയം എങ്ങനെ കണ്ടിന്യൂ ചെയ്താലും ഓക്കെ, ബിക്കോസ് അതിന്റെ ഇമ്പാക്ട് ആത്മീയമായിട്ടാണ്. പക്ഷെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പവറും അതിന്റെ കേന്ദ്രീകൃതമായിട്ടുള്ള കൺട്രോൾ സിസ്റ്റവും സഭയ്ക്ക് എപ്പോഴും അപകടമാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരു എക്സ്റ്റേണൽ ഏജൻസി അല്ലെങ്കിൽ ഓവർസിയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ബിഷപ്പുമാർക്കോ അല്ലെങ്കിൽ എപ്പിസ്കോപ്പുമാർക്കോ അതിലൊരു തീരുമാനം എടുക്കാനുള്ള അവകാശം പാടില്ല, എന്നാൽ അതിനെ മെന്റർ ചെയ്യുക അല്ലെങ്കിൽ അതിനൊരു ഓവർസീ ചെയ്യാനുള്ള അവകാശം മാത്രമേ പാടുള്ളൂ. ഇതാണ് എൻ്റെ ഒരു സബ്മിഷൻ. ഇതോടുകൂടി ഞാൻ പ്രബന്ധം അവതരിപ്പിച്ച ആർക്കെങ്കിലും ഇതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യാവുന്നതാണ്. ജിനു പി മാത്യു ഉണ്ട്, അതുപോലെ തന്നെ മാത്യു തോമസ് ഉണ്ട്, സിജു ചെറിയാനുണ്ട്. റെസ്പോണ്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അതായത് ഇപ്പോഴേ മനോജ് സാറ് ചില നിർദ്ദേശങ്ങളവിടെ വെച്ചു, സ്വീകാര്യമായ നിർദ്ദേശങ്ങൾ തന്നെയാണ്. എന്നാൽ അവിടെ ഇപ്പോൾ എപ്പിസ്കോപ്പായെ സംബന്ധിച്ച് എന്തെങ്കിലും മീൻസ് മോറൽ സൈഡിലോ അങ്ങനെയുള്ള ഇതുണ്ടെങ്കിൽ അതിന് ഓൾറെഡി ഒരു ഭേദഗതി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് പാസ്സാക്കിയതായിട്ട് എൻ്റെ ചിന്ത. അതായത് 70B ഇങ്ങനെ പറയുന്നത്, സഭയിലെ മേൽപ്പട്ടക്കാർ ചുമതലയേൽക്കുമ്പോൾ എഴുതി സമർപ്പിക്കുന്ന സമ്മതിപത്രത്തിനും വിശ്വസ്തതാ പ്രതിജ്ഞയ്ക്കും സഭയിലെ പട്ടക്കാർ ചുമതല ഏൽപ്പിക്കുമ്പോൾ എഴുതി സമർപ്പിക്കുന്ന സത്യവാചകത്തിനും വിപരീതമായി പ്രവർത്തിക്കുന്നത് സംബന്ധിച്ചോ അതായത് സംബന്ധിച്ച ഒരു അന്വേഷണ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ എപ്പിസ്കോപ്പലിന്റെ സിനഡിന്റെ ആലോചനയോടുകൂടി ആവശ്യമെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുന്നതിന് മെത്രാപ്പോളിത്തയ്ക്ക് അധികാരമുണ്ടായിരിക്കുന്നു. മെത്രാപ്പോളിത്തയുടെ തീരുമാനം അന്തിമമായിരിക്കുന്നതാണ്. എന്നാൽ അടിയന്തര ഘട്ടങ്ങളിൽ ഇവ കൂടാതെ ശിക്ഷണ നടപടികൾ കൈക്കൊള്ളുന്നതിന് മെത്രാപ്പോളിത്തയ്ക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. പ്രസ്തുത തീരുമാനം സഭാ കൗൺസിലും സഭാ പ്രതിമണ്ഡലത്തിനും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ശിക്ഷണ നടപടികൾക്ക് വിധേയനാകുന്ന എപ്പിസ്കോപ്പ നിർവഹിച്ചിരിക്കുന്ന ചുമതലകൾ എപ്പിസ്കോപ്പൽ സിനഡിന്റെ ആലോചനയോടെ തുടർന്നുള്ള ഭരണ സംവിധാനം ഏർപ്പെടുത്തുന്നവരെ മെത്രാപ്പോളിത്ത ഏറ്റെടുക്കാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന ഭേദഗതി അനുസരിച്ച് ഏതെങ്കിലും എപ്പിസ്കോപ്പയുടെ മേൽ ശിക്ഷണ നടപടികൾ ആവശ്യമെങ്കിൽ അത് ചെയ്യുവാൻ ഇപ്പോൾ നിലവിൽ അതിന് വകുപ്പ് അതിനെ അനുവദിക്കുന്നുണ്ട്. ആ രീതിയിലൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മോറൽ സൈഡിലോ അങ്ങനെ എന്തോ വീഴ്ചകൾ ഉണ്ടായെങ്കിൽ ഇപ്പോൾ നിലവിൽ എപ്പിസ്കോപ്പമാർക്കെതിരെ നടപടിയെടുക്കാൻ വകുപ്പുണ്ട്. എന്നാൽ അവിടെ ഒറ്റ ഒരു കാര്യത്തിൽ മാത്രമേ അപ്പോഴും അവ്യക്തതയുള്ളൂ. ഒരു മെത്രാപ്പോലിത്തയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഇതുണ്ടാവുന്നതെങ്കിൽ അവിടെ ആർക്കാണ് നടപടിയെടുക്കാൻ സാധിക്കുന്നത്, അത് മാത്രം അവ്യക്തമായി നിൽക്കുന്നു. എന്നാൽ എപ്പിസ്കോപ്പമാരുടെ ഇതിൽ മെത്രാപ്പോലിത്തയ്ക്ക് അതിന്റെ നടപടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഭരണഘടന അത് പറയുന്നത്. ഓക്കെ, അടുത്തായിട്ട് ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറാണ്. വിൽസൺ കരിമ്പന്നൂർ സാർ ഇപ്പൊ സംസാരിക്കും. ഇവിടെ പറഞ്ഞതിനോടനുബന്ധിച്ച് പ്രത്യേകിച്ച് നിങ്ങളെ വിഷയം അവതരിപ്പിച്ച എല്ലാവരും നല്ലപോലെ പഠിച്ചു വന്ന വിഷയം അവതരിപ്പിച്ചു, എല്ലാവരെയും അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും മോഡറേറ്റ് ചെയ്ത രാജീവഞ്ചേരി അച്ഛനും ആ കാര്യത്തിൽ നല്ല രീതിയിൽ നിലവാരം പുലർത്തിയ ഒരു ചർച്ചയായിരുന്നു, അഭിനന്ദിക്കുന്നു. ഞാൻ ഇതിനകത്ത് പറയാൻ ആഗ്രഹിച്ചിരുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഈ നമ്മുടെ നവീകരണ ചരിത്രത്തിൽ തന്നെ ഈ ആരോഗ്യം മോശമായത് കാരണത്താൽ 1852 ചേപ്പാട് മാർ ദിവാന്യോസിനെ രാജകൽപ്പനയിലൂടെ മാറ്റുവാനായിട്ട് മാത്യൂസ് മാർ അത്താനേഷ്യസ് കൊടുത്ത ഒരു കാരണം
ആരോഗ്യം മോശമായി എന്നുള്ള ചേപ്പാട് മാർ ദിവാനിയോസിന് മാറുവാൻ ഒരു താല്പര്യമില്ലായിരുന്നു. എന്നാൽ മാത്യൂസ് മാർ അത്താനിയോസിസ് ഈ ഒരു കാരണം പറഞ്ഞാണ് രാജകൽപ്പന തനിക്ക് അനുകൂലമാക്കിയിരുന്നത്. അന്നത്തെ കാലത്ത് രാജാവായിരുന്നു നിയമിക്കുന്നത്. ആ കാലത്ത് പോലും മലങ്കര മർത്തോമ സഭയുടെ നവീകരണ പാരമ്പര്യത്തിൽ പോലും ആരോഗ്യം ഇല്ലാത്ത ആൾക്കാരെ മാറ്റിയ ചരിത്രം നമുക്കുണ്ട്. ചരിത്രപരമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നേ ഉള്ളൂ. രണ്ടാമത്, ഈ ബഹുമാനപ്പെട്ട ജിനു മാത്യു സാർ പറഞ്ഞതുപോലെ ഒരു കൗൺസിൽ അംഗത്തിന് കൗൺസിലിന്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് മറ്റൊരു പ്രമേയം അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ അവിടെ അവതരിപ്പിക്കാൻ ഞാൻ പഠിച്ച ഭരണഘടന അനുസരിച്ച് സാധിക്കത്തില്ല. ഇവിടെ കഴിഞ്ഞ തവണ ഞാൻ മനസ്സിലാക്കിയത്, കഴിഞ്ഞ തവണ ജനങ്ങൾ ഒരു കൗൺസില് മണ്ഡലാംഗങ്ങളും കൗൺസിലും എല്ലാവരും കൂടെ എപ്പിസ്കോപ്പമാർക്ക് 80 വയസ്സ് റിട്ടയർമെന്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ നിർബന്ധപ്രകാരം അങ്ങനെ ഒരു സംഭവം വന്നു എന്ന് വരുത്താതെ സാമൂഹ്യ മാധ്യമങ്ങളിലും എല്ലാം ഒരു അന്തസ്സോടുകൂടി എപ്പിസ്കോപ്പമാർക്ക് ആ ഒരു ഏജ് റിട്ടയർമെന്റ് വരുത്താൻ വേണ്ടി അവർക്കൊരവസരം എന്ന് പറഞ്ഞാൽ സിനഡ് ആവശ്യപ്പെട്ടതിന്റെ അനുസരിച്ച് റിട്ടയർഡ് പ്രമേയം അംഗീകരിച്ചു എന്ന് വരുത്താനായിട്ട് ഒരു അവസരമാണ് കഴിഞ്ഞ തവണ കൊടുത്തെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു മാന്യമായ റിട്ടയർമെന്റ് അവര് തന്നെ ആവശ്യപ്പെട്ട് എപ്പിസ്കോപ്പമാര് തന്നെ ആവശ്യപ്പെട്ട് നടപ്പിലാക്കിയെന്ന് വരുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ ഒരു അവസരം കൊടുത്തത്. പക്ഷേ ആ മാന്യത നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അത് മണ്ഡലാംഗങ്ങൾ ആ മാന്യത നിലനിർത്തുവാനായിട്ട് ശ്രമിക്കണം. ഒരു കാരണവശാലും ഇന്നത്തെ ഒരു സാഹചര്യത്തില് സിനഡിന്റെ നിർദ്ദേശം പാസ്സാക്കാതെ മണ്ഡലാംഗങ്ങൾ നോക്കണം. അത് പാസ്സായി കഴിഞ്ഞാൽ കാര്യങ്ങൾ പിന്നെ അത്ര ഈസി അല്ല. അതുകൊണ്ട് മണ്ഡലാംഗങ്ങളോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന, ഈ സിനഡിന്റെ ഇത് പൊതുവായത് പാസ്സായില്ലേ പോലും സിനഡിന്റെ നിർദ്ദേശം പാസ്സാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നുള്ളത്. രണ്ട്, ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇപ്പോഴേ ഞാൻ മണ്ഡലാംഗമായിരുന്ന മണ്ഡലത്തിൽ മെത്രാപ്പോലീത്തമാർക്ക് റിട്ടയർഡ് ചെയ്യാമെന്നുള്ള ഭരണഘടനാ ഭേദഗതി പാസ്സായത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് അലക്സാണ്ടർ മർത്തോമായിക്ക് വിരമിക്കണമെന്നുള്ള താല്പര്യം വന്നു. ജനങ്ങൾ പലരും മാറരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവസാനം അദ്ദേഹം വളരെ ശക്തമായിട്ട് നിലപാടെടുത്തത് കൊണ്ടാണ് ആ ഒരു ഭേദഗതി വന്നത്. അത് വളരെ മാന്യമായ രീതിയിൽ മണ്ഡലം ഹാൻഡിൽ ചെയ്തൊരു വിഷയമാണ്. അപ്പൊ അതുപോലെ തന്നെ അതിനുശേഷം അന്ന് തന്നെ എപ്പിസ്കോപ്പമാരുടെ വിഷയവും അതുപോലുള്ള ആ മണ്ഡലങ്ങളിൽ തന്നെ വരേണ്ടതായിരുന്നു, വന്നില്ല. ഇപ്പോഴേ ഈ രീതി കാര്യങ്ങൾ പോയാല് ഇപ്പോഴേ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ലോകത്തിലുള്ള ഒരു രോഗമാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു രോഗം. ഞാൻ ചോദിക്കുന്നു, ഇത് 80 വയസ്സിന് മുമ്പിലും സംഭവിക്കാം. പ്രായം കൂടുന്തോറും അതിന് കൂടുതൽ സാധ്യതയാണ്. ഒരിക്കല് ആ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഞ്ഞിനും റിട്ടയർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇന്ന് ഭരണഘടന അനുസരിച്ച് അങ്ങനെ ഒരു ക്ലോസ് ഇല്ല. മെത്രാപ്പോലീത്തായിക്ക് മാത്രമുള്ള ക്ലോസേ ഉള്ളൂ. ആരോഗ്യപരമായ കാരണത്താൽ തുടരാൻ പറ്റിയില്ലെങ്കിൽ, അതായത് നമ്മുടെ ഭരണഘടനയുടെ 7 പറയുന്നുണ്ട് മെത്രാപ്പോലീത്തായെ വേണേ മാറ്റാമെന്ന്. പക്ഷെ എപ്പിസ്കോപ്പമാരെ അങ്ങനെ മാറ്റാൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. അതും കൊണ്ടുവരണം. ആരോഗ്യപരമായ കാരണത്താൽ ഇപ്പൊ നാളെ ബിൽസ സാറെ ഒരു ചേഞ്ച് അതിനകത്തിൽ അതൊരു തെറ്റിദ്ധാരണ ഉണ്ടായതുകൊണ്ട് ഞാനൊന്ന് ഇടപെടുക. ഇപ്പോൾ കഴിഞ്ഞ വർഷം പാസ്സാക്കിയതനുസരിച്ച് 9A അനുസരിച്ച് ആരോഗ്യ സംബന്ധമായ മറ്റ് കാരണങ്ങളാലോ എപ്പിസ്കോപ്പായിക്ക് തൽസ്ഥാന ചുമതല തുടർന്ന് നിർവഹിക്കുന്ന പ്രയാസമാണെന്ന് സ്വയം ബോധ്യമായാൽ ആ വിവരം എപ്പിസ്കോപ്പൽ സിനഡിനെ അറിയിച്ച് ആയത് സിനഡ് അംഗീകരിച്ചും സഭാ കൗൺസിലിന്റെ അറിവോടും മെത്രാപ്പോളിത്തയുടെ അനുമതിയോടും കൂടെ എപ്പിസ്കോപ്പ എന്ന നിലയിൽ നിശ്ചിതമായിട്ടുള്ള അധികാരങ്ങളും ചുമതലകളും കൃത്യ തീയതി മുതൽ ഒഴിയാവുന്നതാണ്. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഒരു എപ്പിസ്കോപ്പയ്ക്ക് ഇടയ്ക്ക് വീണ്ടും ഇടപെടുന്നത് എന്താന്ന് ചോദിച്ചാൽ അത് സ്വയം ബോധ്യമായാലല്ലേ? അതെ, അതായത് ബോധ്യമാകാത്ത ഒരവസ്ഥയിലെത്തിയാലോ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പം പല രോഗങ്ങളും ബാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബോധ്യമാകാനും പോലും അല്ലാത്ത ഒരു അവസ്ഥയിലോട്ട് എത്തും. ആ അവസ്ഥയിൽ എത്തിയാല് ഈ ഭരണഘടനയില് യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാ. ഇപ്പോഴേ 80 എന്നുള്ളത് പാസ്സാക്കി കഴിഞ്ഞാൽ തുടർന്നുള്ള വർഷങ്ങളിൽ പല കാര്യങ്ങളും പാസ്സാക്കേണ്ടതായിട്ടുണ്ട് ഇതിനെ തുടർന്ന്. അതുകൊണ്ടാണ് എബ്രഹാം കുരുവിള അച്ഛൻ ആദ്യം പറഞ്ഞ
അവരുടെ സംരക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഭരണഘടന വരാത്തത് നമുക്ക് ഇത് ക്ലോസ് ഇല്ലാത്തത് കൊണ്ടാണ് അതൊന്നും നമ്മൾ ചിന്തിക്കാത്തത്. അപ്പൊ ഇതെല്ലാം ഇതിനകത്തോടനുബന്ധമായിട്ട് വരണമെന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ മൂന്ന് പോയിന്റുകളോ പറഞ്ഞ് ഞാൻ വിരമിക്കുന്നു. ബിൽസ സാർ പറഞ്ഞതിനോട് ഒന്നുകൂടെ അത് ചേർത്ത് ഞാനൊന്ന് സംസാരിച്ചോട്ടെ. അതായത് ഇപ്പോൾ കൊണ്ടുവരുന്ന ആ ഭേദഗതിക്ക് അങ്ങനെ ഒരു അപകടമുണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ ഇവർക്ക് ആരോഗ്യ സംബന്ധമായി ഉള്ള കാരണം ഏത് തീയതി മുതലോ വിരമിക്കാൻ ഒരു അവസരമെങ്കിലും ഉണ്ട്. എന്നാൽ ഇപ്പോൾ കൊണ്ടുവന്ന ഭേദഗതി അനുസരിച്ച് 80-ാമത്തെ വയസ്സിൽ വിരമിക്കാവുന്നതാണ് എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് അവിടെ, അതായത് ഒരു ഇയർ അവിടെ വെച്ചേക്കണം, 80-ാമത്തെ വയസ്സ്. അപ്പൊ അതിനു മുന്നേ വിരമിക്കാൻ, അപ്പൊ ഇങ്ങനെ ഒരു ഭരണഘടന ഇവിടെ പാസ്സാക്കി, അതായത് ഭേദഗതിയുടെ പാസ്സാക്കി കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാവത്തില്ല. കാരണം ഇവർക്ക് നേരത്തെ അപ്പൊ വിരമിക്കാൻ സാധിക്കത്തില്ലയോ എന്നൊരു സംശയം നിലനിൽക്കും. അതാണ് ഒരു ഭേദഗതിയുടെ ഒരു അപകടമുണ്ട് ഇപ്പോഴത്തെ ഈ എപ്പിസ്കോപ്പൽ സിനഡ് കൊണ്ടുവന്നിരിക്കുന്ന 9B ഭേദഗതിക്ക്. കാരണം 80-ാമത്തെ വയസ്സിൽ അവർക്ക് വിരമിക്കാവുന്നതാണ്. അപ്പം 70-ാമത്തെ വയസ്സ് വിരമിക്കാൻ പറ്റത്തില്ലേ, 75-ാമത്തെ വയസ്സ് വിരമിക്കാൻ പറ്റത്തില്ലയോ എന്നുള്ളൊരു സംശയം അവിടെ നിലനിൽക്കും. അതൊരു വലിയൊരു സീരിയസ് ഇഷ്യൂ ആണ്. 80-ാമത്തെ വയസ്സിൽ നിർബന്ധമായും വിരമിക്കണമെന്ന് എഴുതിയാൽ മതി. അങ്ങനെയാണ് ഭരണഘടന വരേണ്ടത്, ഭേദഗതി വരേണ്ടത്. മറ്റ് ആർക്കെങ്കിലും റെസ്പോണ്ട് ചെയ്യാനായിട്ടുണ്ടോ ഇതിന്? സിജു ചെറിയാൻ അല്ലെങ്കിൽ മാത്യു തോമസ്, വിൽസൺ സാർ പറഞ്ഞ കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ലെങ്കിൽ അടുത്തത് അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് സാറാണ്. അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് സാറിന് ഇപ്പോൾ സംസാരിക്കാം. അതിനുശേഷം നമ്മുടെ ചാറ്റ് ബോക്സിൽ ശ്രീ രാജേഷ് അരിസോണയിൽ നിന്നും ചാറ്റ് ബോക്സിലെ പേര് എഴുതിയിട്ടിരുന്നു. അപ്പൊ റോയ് ഫിലിപ്പ് സാറിന് ശേഷം രാജേഷിന് സംസാരിക്കാവുന്നതാണ്. വളരെ ഭംഗിയായി വിഷയങ്ങൾ അവതരിപ്പിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ബഹുമാനപ്പെട്ട എബ്രഹാം കുരുവിളയച്ചൻ സൂചിപ്പിച്ചതായ ഒരു കാര്യമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ജനാധിപത്യത്തിന്റെ ഏറ്റവും നവീകരണപരമായ ആശയത്തെ, ജനാധിപത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വന്ന ഒരു സഭയാണ് മാർത്തോമാ സഭ എന്ന് പറയുന്നത്. മാർത്തോമാ സഭയുടെ നവീകരണത്തിന്റെ ഭാഗമായിരുന്നു ഈ ജനാധിപത്യപരമായ കാര്യം, ജനാധിപത്യത്തെ, അതിന്റെ ഭരണഘടനയെ സ്വാംശീകരിക്കുക എന്നുള്ളത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ചോദ്യങ്ങളായിട്ടല്ല, കുറച്ച് 1-2 വിഷയങ്ങൾ മാത്രമാണ് പറയാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എപ്പിസ്കോപ്പസിയും അതുപോലെ തന്നെ സഭയുടെ എല്ലാവിധമായ കാര്യങ്ങളും ജനാധിപത്യത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണ്. ഇവിടെ മനോജ് സാറ് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു മാർത്തോമ സഭ ഒരു ജനാധിപത്യ സഭ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാതായിരിക്കാൻ പറ്റില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തന്നെ ഒരു ജനാധിപത്യ രാഷ്ട്രമായിരിക്കെ ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും സ്ഥാപനങ്ങളും ജനാധിപത്യപരമായി മാത്രമേ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ നിങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ വിലയിൽ ആവിഷ്കരിക്കാം എന്നുള്ളതല്ലാതെ അത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടോ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ടോ പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല. ശബരിമല ഇഷ്യൂവിലും ഒക്കെ വരുന്ന കാര്യങ്ങൾ ഇതാണ്. അപ്പൊ അതുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായി മുന്നോട്ട് പോകാനായിട്ട് ഒരിക്കലും മാർത്തോമാ സഭയ്ക്ക് കഴിയുകയില്ല എന്ന് അടിവരയിടാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം, മാർത്തോമാ സഭ ഏത് നിയമപ്രകാരം പ്രവർത്തിക്കുന്ന സഭയാണ്? ഇതിപ്പം ഇന്ന് ഈ കാലങ്ങളിൽ വളരെ ഗൗരവമായി മുന്നോട്ട് വരുന്ന ഒരു വിഷയമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വിഷയമുണ്ട്, മാർത്തോമാ സഭ ഒരു ഡീംഡ് ട്രസ്റ്റ് ആണ്. ഇതിന്റെ ഇന്നത്തെ പാൻ കാർഡും ഒക്കെ നോക്കിയാൽ തന്നെ അറിയാവുന്നത് ടി എന്ന് പറഞ്ഞ ട്രസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ നിന്നുകൊണ്ടുള്ള രജിസ്ട്രേഷൻ ആണുള്ളത്. അതായത് പുത്തൻകുരിശ് പള്ളിയുടെ വിധിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതൊക്കെ സഭ എപ്പിസ്കോപ്പൽ ചർച്ചസ് എന്ന് പറയുന്നത് ഒരു ഡീംഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ട്രസ്റ്റ് എന്നുള്ള നിലയിൽ അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉള്ളതാണ്. ഇതിന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് ജനാധിപത്യ അതിന്റെ നിയമം, രാജ്യത്തെ നിയമം ബാധകമല്ലെങ്കിലും എന്നാൽ ഇതിന്റെ ഘടനാപരമായ കാര്യങ്ങളിൽ രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഘടനാപരമായ കാര്യത്തെ നിരന്തരമായി ജനാധിപത്യവൽക്കരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം. ഇത് നവീകരണ ജനാധിപത്യത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് ശരിയാണ്. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനാധിപത്യവൽക്കരിക്കുക എന്നുള്ളതാണ്. ആ ജനാധിപത്യവൽക്കരിക്കുന്നതിന് എതിരായിട്ടാണ് ഏതെങ്കിലും ഒരു സ്ഥാനത്തിന്റെ സ്ഥായിയായ അധികാര സ്ഥാനം എന്നുള്ളത്. ജനാധിപത്യത്തിനെതിരാണ്.
ഇപ്പോൾ മെത്രാപ്പോലിത്ത സ്ഥാനവും എപ്പിസ്കോപ്പൽ ഡയസിഷൻ എപ്പിസ്കോപ്പൽ സ്ഥാനവും അതുപോലെയുള്ള ഈ എപ്പിസ്കോപ്പൽ സ്ഥാനങ്ങൾ ഒരിക്കലും റിട്ടയർമെന്റിന് വിധേയമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ജനാധിപത്യത്തിന് വിധേയപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതങ്ങനെ ഈ സഭയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ സഭ ജനാധിപത്യപരമായിട്ടേ മുന്നോട്ട് പോകാൻ പറ്റൂ. ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉദാത്തമായ മൂല്യങ്ങളെ സഭ സാംശീകരിക്കുന്നതിന് വിമുഖത കാണിക്കുന്നു എന്നതിന്റെ പേരിലാണ് ഇന്ന് ഈ റിട്ടയർമെന്റിനെതിരായിട്ടുള്ള ശബ്ദം വന്നുകൊണ്ടിരിക്കുന്നത്. സ്വയം നമ്മള് അടിമത്വത്തിന് വിധേയരാകുന്നു ഇവിടുത്തെ വിശ്വാസ സമൂഹം. വിശ്വാസത്തെയും ഇത്തരം അധികാരത്തിന്റെ ഘടനകളെയും വേർതിരിച്ച് കാണുവാൻ മാർത്തോമാ സഭയിലെ സാധാരണപ്പെട്ട വിശ്വാസികൾക്ക് കഴിയുന്നില്ല, മണ്ഡലാംഗങ്ങൾക്ക് കഴിയുന്നില്ല, ഇതിന്റെ സഭാ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് എപ്പിസ്കോപ്പമാർ മാറി നിന്നേ മതിയാകുള്ളൂ. അതിന് വിമുഖതപ്പെട്ടുകൊണ്ട് അധികാര കൊതിയന്മാരായി മാറിയിരിക്കുന്നു നമ്മുടെ ബിഷപ്പുമാർ. അവർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ സുഖ സൗകര്യങ്ങൾ ഇന്ന് നമ്മൾ കണ്ടില്ലേ? ഒരു അൽമായനെ മധുവായിക്കകത്ത് നിർത്തിക്കൊണ്ട് ആട്ടിപ്പായിക്കുന്ന ഒരു കാഴ്ച കണ്ടില്ലേ? എന്തൊരു ദയനീയമായ സ്ഥിതിയാ. ഇതൊക്കെ കണ്ടുകൊണ്ട് വീണ്ടും പോയി കൈമുത്താനും ഇതിന്റെ മുമ്പിൽ പോയി മുട്ടുമടക്കാനും ഒരു ഉളുപ്പുമില്ലാത്ത വിശ്വാസ സമൂഹമായി നമ്മൾ മാറുന്നു എന്നുള്ളത് ഏറ്റവും ഗതികെട്ട ഒരു അവസ്ഥയല്ലേ? എന്തൊരു ഗതികെട്ട അവസ്ഥയിലേക്കൂടെയാണ് ഇവിടുത്തെ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ചില മൂല്യങ്ങളെയും ഒക്കെ ഈ പറയുന്ന അധികാരവർഗം, ഈ പൗരോഹിത്യ വർഗം ചൂഷണം ചെയ്യുന്ന ഒരു ഏറ്റവും ഹീനമായ സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലവിലുള്ളത്. അതുകൊണ്ട് ഈ അധികാരത്തിന്റെ കേന്ദ്രീകരണം, അനക്കം തട്ടാത്ത, ഇളക്കം തട്ടാത്ത അധികാര കേന്ദ്രീകരണമാണ് ഈ സഭയുടെ ശാപമായി മാറിയിരിക്കുന്നത് എന്ന അടിസ്ഥാന വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇത് പാസാക്കി എടുക്കേണ്ടത് നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും അഭിമാനത്തിനും അവരുടെ ജനാധിപത്യ മൂല്യബോധത്തിന്റെ സംരക്ഷണയ്ക്കും ആവശ്യമാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം മനസ്സിലാക്കണമെന്നാണ് പറയുവാനായിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾക്ക് ഒന്നും യാതൊരു അടിസ്ഥാനമില്ല. ഞാൻ പറയുന്നു, ഈ റിട്ടയർമെന്റ് എന്നുള്ളത് ഈ സ്ഥാനത്തിന്, എപ്പിസ്കോപ്പൽ സ്ഥാനത്തിന്, മെത്രാപ്പൊലിത്ത സ്ഥാനത്തിന് എന്തെങ്കിലും ഒരു റിട്ടയർമെന്റ് ഉണ്ടാകും എന്ന് ഈ അധികാര കൊതിയന്മാർ 100 വയസ്സ് വരെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ 90 വയസ്സ് വരെ ഇരുന്നോട്ടെ, അല്ലെ 110 വയസ്സ് വരെ ഇരുന്നോട്ടെ എന്നങ്ങ് സമ്മതിച്ചാലും ഭരണഘടനയിൽ ഇത് ഒരു 110ാമത്തെ വയസ്സിലെങ്കിലും റിട്ടയർ ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന ജനാധിപത്യത്തിന് വിധേയപ്പെടുന്ന ഒരു മനസ്സ് ഇവർക്കുണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് ഈ അധികാര കൊതിയന്മാരെ ഈ മണ്ഡലത്തിൽ നമുക്ക് വലിച്ചു കീറാനായിട്ട് കഴിയണം. ഇവർക്ക് നാണമില്ലല്ലോ. ഇത്രയും മണ്ഡലത്തിൽ ഇതുപോലെയുള്ള പ്രമേയങ്ങൾ വന്നിട്ടും ഞങ്ങളുടെ അഭിപ്രായം കൊണ്ടുവരട്ടെ, അതാത് സമയത്ത് തൽക്കാലം രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിട്ട് അന്നേരത്തെ അവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തുമെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളെ കൊണ്ടുവരട്ടെ, ഞങ്ങളെ ഇത് ഇറക്കി വിടുന്നതിന് തുല്യമാകും എന്നൊക്കെയുള്ള വൈകാരികമായി കരഞ്ഞ് അവർ ഏറ്റവും എന്തിനു വേണ്ടിയാണ് ഈ കരയുന്നതെന്നറിയുമോ? അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നതിന് വേണ്ടി, തങ്ങളുടെ കസേരയ്ക്ക് ഇളക്കം തട്ടാതിരിക്കുന്നതിന് വേണ്ടി. നമ്മളിപ്പോൾ ചെന്ന് കൈമുത്തുമ്പോൾ ഇവരുടെയൊക്കെ ധാരണ നമ്മളൊക്കെ പ്രജകളാണ്, അടിമകളാണെന്നാണ് ഇവരുടെയൊക്കെ ധാരണ. ആ അടിമത്വത്തിൽ നമ്മളെ നിലനിർത്തി രാജത്വ പദവി എന്ന് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഹീന ശ്രമത്തിന്റെ ഭാഗമാണ് ഇവരിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ജനാധിപത്യ ബോധമുള്ള നമുക്ക് കഴിയണം. ഞാൻ ഇച്ചിരി വൈകാരികമായി സംസാരിക്കുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇത്തരം നാണം കെട്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര വൈകാരികമായി പറയുന്നത്. അതുകൊണ്ട് 110ാമത്തെ വയസ്സിലെങ്കിലും ഇത് നിങ്ങൾ റിട്ടയർ ചെയ്യണമെന്നുള്ള പ്രമേയം അത് ഈ തവണ പാസ്സാക്കി എടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ അത് നടന്നില്ലെങ്കിൽ ഇനിയും ഇവര് പറയുന്ന തരത്തിലായാൽ പോലും നമ്മൾ ഓരോ വർഷവും ഇന്ന മെത്രാൻ റിട്ടയർ ചെയ്യണം എന്ന് ഇപ്പൊ അവര് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രമേയം ഉണ്ടല്ലോ. ആ പ്രമേയത്തിന്റെ അകത്ത് ആവശ്യമെങ്കിൽ റിട്ടയർ ചെയ്യാവുന്നതാണ്. അതാണ് അംഗീകരിക്കപ്പെടുന്നത് എങ്കിൽ പോലും അടുത്ത ഓരോ വർഷവും ഓരോരുത്തന്മാരും റിട്ടയർ ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ള പ്രമേയം നമുക്ക് കൊണ്ടുവരണം. അതിന് സത്യത്തിൽ കൊള്ളാവുന്ന ആരെങ്കിലും ഒക്കെ മണ്ഡലത്തിൽ വരണമെന്നേ, അതിനുവേണ്ടി ആർജവത്വമുള്ളവർ, പറയാൻ കഴിവുള്ളവർ മണ്ഡലത്തിൽ വരണം.
അതിന് തക്കവണ്ണമുള്ള ഒരു ക്രമീകരണം കൂടെ വേണം. അതുണ്ടാവാതിരിക്കുന്നു എന്നുള്ളതാ. ആവശ്യമെങ്കിൽ, ആർക്കാവശ്യമെങ്കിൽ, ഈ രാജ്യത്തെ ജനങ്ങൾ, ഇവിടുത്തെ സഭയിലെ ജനങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവരിപ്പൊ കൊണ്ടുവരുന്നിരിക്കുന്ന ഈ പ്രമേയത്തിന്റെ മണ്ടത്തരം അവരെ മനസ്സിലാക്കാൻ വരും വർഷങ്ങളിൽ ഈ പ്രമേയം ഇത്തവണ അവര് പറയുന്ന പോലെ തന്നെ പാസ്സാക്കി എടുത്താൽ തന്നെ ആവശ്യമെങ്കിൽ, ഇത് ഞങ്ങളുടെ ആവശ്യമാണ്, അതുകൊണ്ട് ഇന്നയാൾ റിട്ടയർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയങ്ങൾ അടുത്ത വർഷങ്ങളിൽ മണ്ഡലത്തിൽ കൊണ്ടുവരണം. അതിനുള്ള ഒരു സ്കോപ്പ് കൂടി അതിൻ്റെ അകത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ 75 വയസ്സ് കഴിഞ്ഞാൽ ഒരു എപ്പിസ്കോപ്പായിക്കും മെത്രാപോലിത്ത ആകാൻ കഴിയത്തില്ല എന്നുള്ള ഒരു പ്രമേയം ഇത് പാസ്സായില്ല എങ്കിൽ കൊണ്ടുവരണം. 75 വയസ്സിന് ശേഷം ഒരാൾക്കും മെത്രാപോലിത്ത ആകാൻ പറ്റത്തില്ല. അത് എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് അല്ലല്ലോ. എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് എന്നുള്ളതാണ് അനുവദിക്കാതിരിക്കുന്നതെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞാൽ ഒരു മെത്രാപോലിത്തയ്ക്കും ഒരു എപ്പിസ്കോപ്പയ്ക്കും മെത്രാപോലിത്തയാകാൻ കഴിയത്തില്ല എന്ന് വെക്കണം. തുടർന്ന് അതുപോലെ തന്നെ 75 വയസ്സോ 70 വയസ്സോ കഴിഞ്ഞാൽ ഒരു എപ്പിസ്കോപ്പയ്ക്കും ഭദ്രാസന അധ്യക്ഷനാകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടുവരണം. അങ്ങനെ ഈ പറയുന്ന എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് എന്നുള്ള വാക്കാണ് ഇവർക്ക് പ്രധാനമെങ്കിൽ ഈ സ്ഥാനത്തേക്കിന് പാടില്ല എന്നുള്ളത് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കും. റിട്ടയർമെന്റ് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ഏറ്റവും ജീവൽ പ്രശ്നമായിട്ട്, ഏറ്റവും വൈകാരികമായ പ്രശ്നമായിട്ട് ഈ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മാർത്തോമ സഭയുടെ സത്തയും അന്തസ്സത്വവും അസ്തിത്വവും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ആവശ്യമായി കണ്ടുകൊണ്ട് ഇന്നാട്ടിലെ നമ്മുടെ മാർത്തോമ സഭയിലെ വിശ്വാസ സമൂഹം മുന്നോട്ട് വരണം, മണ്ഡലം അതിന് മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില കാര്യങ്ങളാണ് അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് സാർ ഇവിടെ നമുക്ക് ചൂണ്ടിക്കാട്ടിയത്. ഇതിനോട് പ്രബന്ധം അവതരിപ്പിച്ച ആർക്കെങ്കിലും പ്രതികരിക്കണമെങ്കിൽ ഇപ്പോൾ വളരെ ചുരുക്ക രീതിയിൽ പ്രതികരിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട റോയ് ചാൻ പറഞ്ഞോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. നമ്മളുടെ എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് റോയ് ചാൻ അതിനകത്ത് പറയാൻ പറഞ്ഞത് അത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞത്. നമ്മുടെ സഭയുടെ ആവശ്യമെന്ന രീതിയിൽ നമ്മൾ കാണണം. നമ്മുടെ സഭാ അംഗങ്ങൾ കാണണം, സഭാ പ്രതിനിധി മണ്ഡല അംഗങ്ങൾ കാണണം. അവിടെ വൈകാരികമായ പല സീനുകൾ ഉണ്ടായേക്കാം. എന്നാൽ നമ്മൾ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ സഭയുടെ ആവശ്യമായിട്ട് കാണണം. ഇപ്പം വേണമെങ്കിൽ റിട്ടയർമെന്റ് ചെയ്യാവുന്നതാണ് ഉള്ളത് ചെയ്തേക്കുന്നത്. അത് ജനങ്ങൾക്ക് വേണമെങ്കിൽ എന്ന് അവർ പറയുമ്പോൾ അത് ജനങ്ങളുടെ ആവശ്യമാണ് എന്നുള്ള തരത്തിൽ അവിടെ അവതരിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ഈ സഭാ പ്രതിനിധി മണ്ഡലം കൊണ്ടോ അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനങ്ങൾക്കോ അതുകൊണ്ട് നമുക്ക് ഗുണകരമാകത്തുള്ളൂ, അതുകൊണ്ട് നമുക്ക് പ്രയോജനകരമാകത്തുള്ളൂ. തീർച്ചയായിട്ടും റോയ് ചാൻ പറഞ്ഞതിനോടും പൂർണ്ണമായിട്ട് യോജിക്കുന്നു. തീർച്ചയായിട്ടും സഭാ ജനങ്ങളുടെ ഒരു ശബ്ദം നമ്മുടെ സഭാ പ്രതിനിധി മണ്ഡലത്തിൽ അവിടെ മുഴങ്ങി കേൾക്കണം. സഭാ ജനങ്ങളുടെ അവരെ ആവശ്യമെങ്കിൽ എന്ന് പറയുമ്പോൾ അത് ആവശ്യമാണ് എന്ന് അവിടെ വ്യക്തമാക്കാൻ തക്കവണ്ണം നമ്മളുടെ സഭാ പ്രതിനിധി മണ്ഡലങ്ങൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കണം. താങ്ക് യു. അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജേഷ് മാത്യു നമ്മുടെ ചാറ്റ് ബോക്സിൽ പേര് എഴുതിയിട്ടിരുന്നു. രാജേഷ് മാത്യുവിന് ഇപ്പോൾ സംസാരിക്കാം ഉണ്ടെങ്കിൽ. ശ്രീ രാജേഷ് മാത്യു. രാജേഷ് ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് ഹാൻഡ് റേസ് ചെയ്തിരിക്കുന്നത് ശ്രീ സൈമൺ ചെറിയാനാണ്. അതിനുശേഷം ശ്രീ ജോർജ് യോഹന്നാൻ സാർ സംസാരിക്കാം. ഇപ്പോൾ ശ്രീ സൈമൺ ചെറിയാൻ സംസാരിക്കാം. നമസ്കാരം. ഇന്നത്തെ എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് സംബന്ധിച്ച് ഈ ഒരു ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ടവരുടെ നന്ദി പ്രത്യേകം അറിയിക്കുന്നു. 1-2 കാര്യങ്ങൾ മാത്രം എന്റെ മനസ്സിൽ വന്നത് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ജിൻസാർ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ തവണ കൂടിയ മണ്ഡലം എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് സംബന്ധിച്ചുള്ള അഭിപ്രായം തേടുന്നതിന് വേണ്ടി എപ്പിസ്കോപ്പൽ സിനഡിനെ ചുമതലപ്പെടുത്തുകയും സിനഡ് ഈ ഒരു തവണ അതൊരു ഒരു ഭേദഗതിയായിട്ട് കൊണ്ടുവന്നപ്പോൾ തീർച്ചയായിട്ടും അത് ഭേദഗതിയായാലും അത് ശുപാർശയായാലും നിർദ്ദേശമായാലും നോട്ടാണെങ്കിലും എന്താണെങ്കിലും അവർ ഏത് തരത്തിൽ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ഏത് തരത്തിലാണോ ഇപ്പൊ കൊണ്ടുവന്നത് ഭേദഗതിയായിട്ട് ഏത് തരത്തിലാണ് കൊണ്ടുവന്നെങ്കിലും അവിടെയാണ് നമ്മുടെ ഭരണഘടന 390 പ്രാധാന്യം കിടക്കുന്നത്. അവിടെ കൗൺസിൽ കൊണ്ടുവന്നതാണെങ്കിലും സിനഡ് കൊണ്ടുവന്നതാണെങ്കിലും അത് ഭേദപ്പെടുത്തുവാനും അത് സ്ഥിരപ്പെടുത്തുവാനായിട്ടുള്ള പരമ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ ചുമതലയുള്ളത് മണ്ഡലത്തിന് മാത്രമാണ്. അപ്പോൾ സിനഡ് ഏത് തരത്തിൽ കൊണ്ടുവന്നോട്ടെ അല്ലെങ്കിൽ കൗൺസിൽ ഏത് തരത്തിൽ കൊണ്ടുവന്നോട്ടെ അവിടെ സിനഡിൽ വരുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടുവാനും മണ്ഡലത്തിൽ വരുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടുവാനും മണ്ഡലാംഗങ്ങൾ ഈ എപ്പിസ്കോപ്പ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് നിലനിൽക്കുവാനും സാധിക്കണം. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ചർച്ചകളിൽ നമുക്കറിയാം ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിന് മുൻതൂക്കം നൽകുന്ന മാർത്തോമ സഭയിൽ എപ്പിസ്കോപ്പൽ റിട്ടയർമെന്റ് ശക്തമായിട്ടും നിർബന്ധമായിട്ടും കൊണ്ടുവരണമെന്ന് പറയുവാനായിട്ട് ഇതിൽ സംബന്ധിക്കുന്ന മണ്ഡലാംഗങ്ങൾ
വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന മണ്ഡലം മീറ്റിംഗിൽ എഴുന്നേറ്റ് നിന്ന് പറയുവാനായിട്ടുള്ള ധൈര്യം ഉണ്ടാകണം. എല്ലാവരും അതിൽ പ്രകടിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ മനോജ് സാം പറഞ്ഞൊരു കാര്യമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് പറയുന്നു. ഈ പറഞ്ഞ ചർച്ചകൾ നടത്തിയപ്പോൾ വലിയ ഓപ്പോസിഷൻ ഇല്ല. എല്ലാവർക്കും ഒരേ അഭിപ്രായത്തിലുള്ള ചർച്ചകളാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. എന്നാൽ ഞാൻ പെട്ടെന്ന് ഇപ്പം ചർച്ച നടത്തിയപ്പോൾ എന്റെ മനസ്സിൽ വന്നതാണ്, റിട്ടയർമെന്റിന് ശേഷം എപ്പിസ്കോപ്പമാരെല്ലാം അറിയപ്പെടുന്നത് മാർത്തോമ വലിയ മെത്രാപ്പൊലിത്ത എന്നായിരിക്കാം. ഒരു പക്ഷേ, അറിയത്തില്ല, ആയിരിക്കാം. മാർത്തോമ വലിയ മെത്രാപ്പൊലിത്ത എന്നാണ് എങ്കിൽ 80 വയസ്സ് കഴിഞ്ഞ് ഒരു പക്ഷേ ഒന്നിലധികം എപ്പിസ്കോപ്പമാർ റിട്ടയർമെന്റ് കഴിഞ്ഞ് മാർത്തോമ സഭയിൽ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇവരെ എല്ലാം ഏത് തരത്തിൽ അറിയപ്പെടും? മാത്രമല്ല, മാർത്തോമ മെത്രാപ്പൊലിത്ത ആകാതെ റിട്ടയർ ആകുന്ന എപ്പിസ്കോപ്പമാർ ചിലപ്പോൾ ഉണ്ടായേക്കാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. അങ്ങനെയാണെങ്കിൽ ഇവരെ മാർത്തോമ വലിയ മെത്രാപ്പൊലിത്ത എന്നറിയപ്പെടുമോ എന്ന കുറെ സംഗതികളൊക്കെ തുടർന്നും ഉണ്ടാകാം. അപ്പം അതിലും നമ്മൾ ഏത് തരത്തിൽ പ്രതികരിക്കണം? കാരണം ഓപ്പോസിഷൻ പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ കൊണ്ടുവരും. അതിനെയൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കുവാനും ശക്തമായിട്ട് നേരിടാനുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. പിന്നീട് ഒരു കാര്യമുള്ളത് വിൽസൺ സാറിനോടാണ്. ദയവായിട്ട് അടുത്ത ഒരു ചർച്ച മണ്ഡലത്തിന് മുമ്പ് എനിക്ക് തോന്നുന്നു അടുത്ത സാറ്റർഡേയോടെ നമുക്ക് ലഭിക്കും. ആ അടുത്ത സാറ്റർഡേയിലെ ചർച്ചകൾ തീർച്ചയായിട്ടും മണ്ഡലത്തിലെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അത്തരത്തിൽ ക്രമീകരിച്ചാൽ വളരെ നന്നാകും എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. വിൽസൺ കരിമന്നൂർ സാറിന് മറുപടി പറയാമോ? തീർച്ചയായിട്ടും നമ്മള് അതിനെപ്പറ്റി ആലോചിക്കാവുന്നതാണ്. പിന്നെ ഒരേ വിഷയം റിപ്പീറ്റ് ചെയ്യാതെ പോകാതെ മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കുകയൂടെ ചെയ്താൽ ആ രീതിയിൽ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. ശ്രീ സൈമൺ ചെറിയാൻ പറഞ്ഞ കാര്യങ്ങളോട് കൂട്ടിച്ചേർക്കാനായിട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ജിനുവിനോ അതോ? ഉണ്ട്. സൈമൺ സാറ് പറഞ്ഞത് ഞാൻ ആ പറഞ്ഞതിനോട് ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ്. കാരണം എന്തുകൊണ്ട് ഈ ഭേദഗതി കൊണ്ടുവരുന്ന നിർദ്ദേശം കൊണ്ടുവരുന്നത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്, ആക്ച്വലി ഭേദഗതി കൊണ്ടുവരുന്നതുകൊണ്ടുള്ള എതിർപ്പ് കൊണ്ടല്ല. ഭേദഗതി കൊണ്ടുവന്നാൽ നമുക്ക് അതിന്മേ ഭേദഗതി കൊടുക്കാനുള്ള അവകാശം കൂടെ കിട്ടുകയാണ്. അതേസമയത്ത് അങ്ങനെ ഭേദഗതികൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. എനിവേ, ഞാൻ ഭേദഗതി സിനഡ് കൊണ്ടുവരുന്ന ഒരു ഭേദഗതിയെ എതിർക്കാൻ, പ്രത്യേകിച്ച് ഇതൊരു നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അധികാരമില്ല, അധികാരത്തിന്റെ കീഴിൽ എന്നൊക്കെ ഇല്ല, അങ്ങനെയല്ല ജനാധിപത്യം എന്ന് പറയുമ്പോൾ പോലും ഒരു സെനഡ് കൊണ്ടുവന്ന ഭേദഗതി അതേപടി എതിർക്കാൻ ചിലപ്പോൾ ഭേദഗതിയെ എതിർക്കാൻ വൈദികർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതൊരു സാധ്യത ഈ മണ്ഡലത്തിന്റെ ഒക്കെ ഒരിത് വരുമ്പോൾ. എന്നാൽ ഒരു നിർദ്ദേശമാണെങ്കിൽ അതിനെ സംബന്ധിച്ച് നമുക്ക് സ്വീകരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ സിനഡ് ഒരു ഭേദഗതി കൊണ്ടുവന്നു, അതിനെ വൈദികരെ അപ്പം ഭേദഗതിയെ അതേപടി അക്സെപ്റ്റ് ചെയ്യാനാണോ അതോ അതിനെ എതിർക്കുമോ ഇല്ലയോ എന്നുള്ളൊരു പ്രയാസം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഭരണഘടന പറയുന്ന വ്യക്തമാണ്, അതിനെ സംബന്ധിച്ച് സാധാരണ നിർദ്ദേശമായി അവർക്ക് കൊണ്ടുവരാം, റിപ്പോർട്ട് ചെയ്യാം, അതിന്റെ ഒരു തീരുമാനം റിപ്പോർട്ട് ചെയ്യാം, അത് സ്വീകരിക്കുകയോ ഭേദഗതി ചെയ്യുകയോ എന്നതിന് മണ്ഡലത്തിൽ അധികാരമുണ്ട്. അതാണ് 390C. എന്നാൽ ഇവിടെ ഒരു അപകടം കൂടെ ഉള്ളത് ഇതാണ്, സിനഡ് കൊണ്ടുവരുന്ന ഒരു ഭേദഗതിയെ അപ്പോൾ എതിർക്കാനും വൈദ്യർ അതേപടി എതിർക്കാനുള്ള ബുദ്ധിമുട്ട് നേരിട്ടാൽ അത് മണ്ഡലത്തിൽ പാസ്സാകാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. അതാണ് അതിനകത്ത് ഞാൻ പ്രധാനമായും സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ മണ്ഡലമാണ് പരമാധികാരം സഭ, അതിനകത്തിൽ എന്ത് തീരുമാനം എടുക്കാനും മണ്ഡലത്തിന് റൈറ്റ് ഉണ്ട്. അവിടെ ഭേദഗതികളുണ്ട്, ഓൾറെഡി പ്രമേയത്തിന് ഭേദഗതികളുണ്ട്. അതായത് അനുകൂലിച്ചും എതിർത്തും പ്രമേയങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പ്രമേയം നമുക്ക് വളരെ സ്വീകാര്യമെന്ന് തോന്നുമെങ്കിൽ അതിനെ ഭൂരിപക്ഷം പേര് അതിനെ അനുകൂലിച്ചാൽ അതാണ് അവിടെ പാസ്സാവുന്നത്. സിനഡ് ഭേദഗതി കൊണ്ടുവന്നാൽ പോലും ഏത് ഭേദഗതിയോടാണ് കൂടുതൽ മണ്ഡലം യോജിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ആവശ്യമായ ആ പെർസെന്റേജ് ലഭിക്കുകയാണെങ്കിൽ അതായിരിക്കും പാസ്സാവുന്നത്. ഓക്കെ, അതിനെ ശ്രദ്ധിക്കാം. താങ്ക് യു ജിനു. അടുത്തതായിട്ട് ശ്രീ ജോർജ് യോനാൻ സാറാണ്. സാറും കൂടെ ഉള്ളൂ ഇവിടെ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രീ ജോർജ് യോനാൻ സാറിന് സംസാരിക്കും. എനിക്ക് ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് സാർ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് അതെല്ലാവർക്കും ക്ലിയർ ആയി. ഇനി എൻ്റെ ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ല എങ്കിലും ഒരിക്കൽ ഒരു ടേമിൽ 3 കൊല്ലം മണ്ഡലത്തിൽ പോയത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുകയാണ്, ഈ തിരുമേനിമാരെന്തെങ്കിലും പറഞ്ഞാൽ മണ്ഡലത്തിൽ അതുപോലെ ആമീൻ പറയുന്ന നല്ല ശതമാനം ആളുകളാണ്, നല്ല മാർത്തോമക്കാരാണ് മണ്ഡലത്തിലുള്ളതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഇത് അവിടെ മാത്രമല്ല, ഇടവകകളിലും അച്ഛന്മാരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അച്ഛന്മാരോടൊക്കെ ബഹുമാനമാണ്. പക്ഷെ ഭരണഘടന ചിലപ്പോൾ അച്ഛന്മാരിൽ ലംഘിക്കുമ്പോൾ നമ്മുടെ ഉപദേശിമാരായ മാർത്തോമക്കാരും എല്ലാം അങ്ങ് അച്ഛന്മാരെ അങ്ങ് സപ്പോർട്ട് ചെയ്യും. അച്ഛന് ഭരണഘടനയൊന്നും ആവശ്യമില്ല എന്നുള്ള രീതി.
ഇത് നമ്മുടെ ഒരു വലിയ ബലഹീനതയാണ്. എനിക്ക് ഒറ്റ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇതായിരുന്നു ചോദ്യമായിട്ടുള്ളത്. സഭാ കൗൺസിലിന്റെ ഭാഗമായ തിരുമേനിമാരും കൂടി എടുത്ത തീരുമാനം, തീരുമാനമെടുക്കുന്ന ഭേദഗതി എന്ന വാക്ക് എത്ര വിരോധാഭാസമാണ്. ഇതിനെ നിയമം കൊണ്ട് ഒന്ന് നേരിടാൻ കഴിവുള്ള അഡ്വക്കേറ്റന്മാർ അവിടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു ജോർജ് യോഹന്നാൻ സാർ. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ ഇതിനോട്? അത് തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് അതിനെ ഭേദഗതി എന്നുള്ളതിനേക്കാൾ നിർദ്ദേശമായി സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതല്ല, അവിടെ ചർച്ച ചെയ്ത് ഭേദഗതികൾ ഏതാണെങ്കിലും അംഗീകരിക്കത്തക്ക, ഞാൻ പറഞ്ഞില്ല, സെനറ്റ് ഭേദഗതിയായി കൊണ്ടുവന്നാലും ഏതാണോ സ്വീകരിക്കപ്പെടുന്നത് അതാണ് നമ്മുടെ ഭേദഗതിയുടെ ഭാഗമായി തീരുന്നത്. ആ സമയത്ത് ഇത് നിർബന്ധിത വിരമിക്കൽ തന്നെ ആയിരിക്കണം. അതായത് സ്വമേധയാ വിരമിക്കലല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ആ രീതിയിൽ മണ്ഡലങ്ങൾ ഒരുമയോടെ ചിന്തിച്ച് പാസ്സാക്കാൻ അവരെ ഇനിഷ്യേറ്റീവ് എടുക്കണം. താങ്ക് യു. ഇനിയിപ്പോ ഒരാളും കൂടി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സൻസു. ഇപ്പോൾ സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് സമയം ഏതാണ്ട് നാട്ടിലെ 10:30 ആകുന്നുണ്ട്. അതുകൊണ്ട് വളരെ ചുരുക്കി കാര്യങ്ങൾ സംസാരിക്കാം. സൻസുവിന് ഇപ്പോൾ സംസാരിക്കാം. ഹായ്, എനിക്കൊരു കാര്യം, ഏതൊരു ലീഡറും കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചില്ല എങ്കിൽ അവർ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് മാറി അതിന് ഫിസിക്കലി ആൻഡ് മെന്റലി കേപ്പബിൾ ആയിട്ടുള്ള സക്സസേഴ്സ് വരണമെന്ന് പൂർണ്ണമായിട്ടും യോജിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ഒരു പ്രാക്ടിക്കൽ കൺസേൺ ഒന്ന് ചോദിച്ചോളട്ടെ. നമ്മുടെ മെത്രാപ്പോലിത്തയും സഫ്രഗൻ മെത്രാപ്പോലിത്തയും പിന്നെ നമ്മുടെ 4 ബിഷപ്സും അങ്ങനെ നമ്മുടെ 7 തിരുമേനിമാർ അവരുടെ 70കളിലാണ്. അടുത്ത 10 വർഷത്തിനുള്ളിൽ അവർ 7 പേരും റിട്ടയർ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ 5 തിരുമേനിമാരെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഡിസ്കഷൻ അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റീസിൽ കാണത്തുള്ളൂ. ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും പ്രപ്പോസൽസ് ഉണ്ടോ? 80കളിൽ റിട്ടയർ ചെയ്യുന്നതിനോട് ഞാൻ എതിർപ്പല്ല. എന്നാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രമേയം നമ്മുടെ സഭയ്ക്ക് 10 വർഷത്തിനുള്ള ഒരു ഇഷ്യൂ ആകരുത്. ആ ഒരു ക്വസ്റ്റ്യൻ, ഒരു കൺസേൺ. പറഞ്ഞോളൂ. നമ്മളെ അതിനെ ഈ നേരത്തെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ മറുപടി നൽകിയിട്ടുള്ളതാണ്. നമുക്ക് കാലാകാലങ്ങളിൽ എപ്പിസ്കോപ്പന്മാർ ആവശ്യമാണ്. അതിനോട് 100% യോജിക്കും. നമ്മളെ അതായത് നമുക്ക് മർത്തോമാ സഭയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ മർത്തോമാ സഭയ്ക്ക് ഒരു എപ്പിസ്കോപ്പ അല്ലെങ്കിൽ ഒരു മെത്രാപ്പോലിത്ത പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നിന്നാണ് മർത്തോമാ സഭയ്ക്ക് ഇത്രയും എപ്പിസ്കോപ്പന്മാരും അല്ലെങ്കിൽ മെത്രാപ്പോലിത്തമാരും ഉണ്ടായതെന്ന് കാണാൻ സാധിക്കും. നമുക്ക് ഇനിയും എപ്പിസ്കോപ്പന്മാർ ആവശ്യമാണെങ്കിൽ മണ്ഡലത്തിന് തന്നെ റൈറ്റ് നമുക്കാണെങ്കിൽ ഇനിയും എത്ര എപ്പിസ്കോപ്പന്മാർ വിരമിക്കുന്ന മുറയ്ക്ക് എത്ര എപ്പിസ്കോപ്പന്മാർ ആവശ്യമോ അതിനു മുന്നേ പ്രമേയം കൊണ്ടുവരാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് മർത്തോമാ സഭയെ സംബന്ധിച്ച് ഇതിന് മുന്നോട്ട് പോകാൻ 3 എപ്പിസ്കോപ്പന്മാർ ആവശ്യമാണ്, അല്ലെങ്കിൽ അതിന് മേളിൽ ആവശ്യമെങ്കിൽ അതിനെ പ്രമേയം കൊണ്ടുവരുന്നതിനും അതിനനുസരിച്ച് എപ്പിസ്കോപ്പന്മാരെ തിരഞ്ഞെടുക്കുന്നതിനും സഭയ്ക്ക് സാധിക്കും. ഇപ്പൊ തന്നെ നിങ്ങൾ ഒന്ന് ഓർത്തോണം, ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട 3 എപ്പിസ്കോപ്പന്മാരും അവർ എത്രാമത്തെ വയസ്സിലാണ്? 53ാമത്തെ വയസ്സിലും ഇതുപോലെ 53-52 ഏജിലാണ് ആയേക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഭരണഘടന അനുസരിച്ച് 40 വയസ്സ് മുതൽ ഒരു എപ്പിസ്കോപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം. ഏറ്റവും ആവശ്യമായിരിക്കുന്നത്, അപ്പം ഇനിയും എപ്പിസ്കോപ്പന്മാർ ആവശ്യമെങ്കിൽ അതിന് പ്രമേയം കൊണ്ടുവന്ന് പാസ്സാക്കുകയും പുതിയ എപ്പിസ്കോപ്പന്മാരെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു 50 വയസ്സിന് മുന്നേയെങ്കിലും നമ്മൾ എപ്പിസ്കോപ്പന്മാരെ എടുക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായ ഒരു സമയം ലഭിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളവർക്ക് പോലും ലഭിക്കുന്നതിന് ഇത് കാലഘട്ടം, അതായത് താമസം നേരിടുമ്പോൾ 53-60ാമത്തെ വയസ്സ് വരെ എപ്പിസ്കോപ്പന്മാരായവർ ഇപ്പം നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു താമസം നേരിടാതെ കാലഘട്ടത്തിനനുസരിച്ച് പ്രമേയം കൊണ്ടുവരികയും പുതിയ എപ്പിസ്കോപ്പന്മാരെ തിരഞ്ഞെടുക്കുകയും ചെയ്യണം. അതിനുള്ള യോഗ്യരായുള്ള ആളുകൾ ഇപ്പോഴും നമ്മുടെ സഭയിലുണ്ട്. അപ്പൊ അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ 80 വയസ്സ് കഴിഞ്ഞവരെ പിന്നെയും നിർബന്ധിച്ച് അധികാരത്തിൽ തുടരുന്നതിനേക്കാൾ അവരുടെ ആ ഒരു സമയത്ത് അവർക്ക് വിശ്രമ ജീവിതം അനുവദിക്കുകയും പുതിയ ആളുകൾ വരുന്നതിനുള്ള ക്രമീകരണം മൊത്തം സഭയായിട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഏറ്റവും ഉചിതമായിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. താങ്ക് യു ജിനു. അടുത്തായിട്ട് ശാന്തി മത്തായി കൊച്ചമ്മയ്ക്ക് സംസാരിക്കാം. ശാന്തി മത്തായി കൊച്ചമ്മ. ഞാൻ 1-2 ചെറിയ കാര്യങ്ങൾ മാത്രം. ഒന്ന്, ഇപ്പോൾ കേട്ട ഈ റിട്ടയർമെന്റ് പെട്ടെന്ന് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? 4-5 പേര് ഒരുമിച്ച് റിട്ടയർ ചെയ്യും അടുത്ത കാലങ്ങളിൽ
അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് എന്ത് പേര് കൊടുക്കും ഇവർക്ക്, എവിടെ ഇവരെയൊക്കെ താമസിപ്പിക്കും, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അഡ്രസ്സ് ചെയ്യേണ്ടത് റിട്ടയർമെന്റ് പാസ്സായി കഴിയുമ്പോഴാണ്. റിട്ടയർമെന്റ് എന്ന വകുപ്പ് എന്ന ക്ലോസ് ഭരണഘടന പാസ്സാക്കി കഴിയുമ്പോൾ, ഭരണഘടനയുടെ ഭാഗമായി കഴിയുമ്പോൾ, മണ്ഡലം പാസ്സാക്കി ഭരണഘടനയുടെ ഭാഗമായി കഴിയുമ്പോഴാണ് ആ ചർച്ചകളൊക്കെ ഉണ്ടാകേണ്ടത്. ആ ചർച്ചകളൊക്കെ ഇത്രയും കാര്യങ്ങൾക്ക് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സഭയ്ക്ക് ഈ വിധ കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളാണ്. തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞ് എവിടെ താമസിപ്പിക്കണം, എന്ത് പേര് കൊടുക്കണം, ഒരുമിച്ച് റിട്ടയർ ചെയ്താൽ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ അഡ്രസ് ചെയ്യാവുന്നതേ ഉള്ളൂ, ഒരു പ്രയാസവും ഇല്ലാതെ. രണ്ടാമത്തെ കാര്യം, സെപ്പറേറ്റ് വോട്ടിംഗ് മിനിമം ആവശ്യമുള്ള ഒരു ക്ലോസ് അല്ലേ വരുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പം ശരിക്കും സീക്രട്ട് ബാലറ്റ് അല്ലേ നടക്കാൻ പറ്റൂ? അത് ഒരു പൊതുബോധ്യം അതിനെപ്പറ്റി ഉണ്ടാകണമല്ലോ. അല്ലാതെ അവിടെ നിന്ന് കുറച്ചു പേര് ബഹളം സീക്രട്ട് ബാലറ്റ് വേണം, കുറച്ചു പേര് അങ്ങനെയല്ലല്ലോ. ഇപ്പൊ സെപ്പറേറ്റ് മിനിമം വേണ്ട ഒരു ക്ലോസ് ആണെങ്കിൽ തീർച്ചയായിട്ടും സെപ്പറേറ്റ് മിനിമം അറിയുന്നത് പെർസെന്റേജ്, ഇത്ര പെർസെന്റേജ് അച്ഛന്മാരുടെയും അൽമായക്കാരുടെയും വേണമെന്നുണ്ടെങ്കിൽ അത് ബാലറ്റിലൂടെ അല്ലാതെ എങ്ങനെ തീരുമാനിക്കപ്പെടും? തിരഞ്ഞെടുപ്പും അല്ലെങ്കിൽ ഏത് ഡിസിഷൻ മേക്കിങ്ങും ഈ പറഞ്ഞ പോലെ ഒരു കോൺഫിഡൻഷ്യൽ വോട്ടിങ്ങിലൂടെ തന്നെ നടക്കണം എന്നുള്ളത് പ്രധാനമാണ്. എന്ന് വെച്ചാൽ എന്താ രാജാവിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന സ്വഭാവമാണ് മിക്ക വിശ്വാസികൾക്കും ഉള്ളത്. ഒരു കാര്യം പറയുമ്പോൾ പലപ്പോഴും എന്താ പറയാ, ചിലരുടെ മുഖവും ചിലരുടെ ശാസനയും കേൾക്കുമ്പോൾ ഇരിക്കുന്ന ആ ഒരു സ്വഭാവം നമ്മളൊരു സഭയായിട്ട് നടത്തുമ്പം സാധ്യമല്ല. ഇവിടെ ഏറ്റവും പ്രധാനം ഓരോ അംഗവും, സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്ന ഓരോ അംഗവും, വോട്ടവകാശമുള്ള ഓരോ അംഗവും ആണ് ഈ സഭയുടെ അടിസ്ഥാനം. മെത്രാന്മാരോ ബിഷപ്പുമാരോ അല്ലെങ്കിൽ എപ്പിസ്കോപ്പമാരോ അല്ല സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അവരെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ്. നമ്മുടെ ഇടവകയിലെ സഭയിലെ ഓരോ അംഗങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ്. അവരുടെ അധികാരവും അവരുടെ താല്പര്യവും കൃത്യമായി പറയാനും അത് അംഗീകരിക്കപ്പെടാനുമുള്ള അവസരം അവിടെ ഉണ്ടായിരിക്കണം. അതിന് തടസ്സമായി നിൽക്കുന്ന സിനഡ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ രണ്ടാമത് ചിന്തിക്കേണ്ട വളരെ ആവശ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ഡലം പ്രപ്പോസ് ചെയ്യുന്ന ഒരു കാര്യത്തെ, ജനങ്ങളുടെ ഒരു താല്പര്യത്തെ ഒരു സിനഡിനും അത് വേണ്ട എന്ന് വെക്കാനുള്ള അവകാശം ഇല്ല. കാരണം ജനങ്ങളാണ് സിനഡിനെയും മെത്രാനെയും മെത്രാപ്പോലിത്തെയും എല്ലാം നിലനിർത്തുന്നത്. അപ്പോൾ മാഡം പറഞ്ഞത്, കൊച്ചമ്മ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. രണ്ടാമത് 100, 150, 200 കോടി രൂപ വരുമാനവും 1200 പള്ളികളും അച്ഛന്മാരുമുള്ള ഒരു സഭയെ 13 പേര് എന്ന് പറയുമ്പം 100 പേർക്ക് ഒരാളെ വെച്ച് ആണ് തൽക്കാലം മെത്രാന്മാരുള്ളത്. ഓക്കെ, അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. ഇത്രയും മെത്രാന്മാരെ എന്തിന് കൊണ്ടുവരണം? ഇവരെയെല്ലാം എന്തിന് അതിന്റെ ആവശ്യം എന്താണ്? ഇതെന്താണ് ഇവരുടെ എഫിഷ്യൻസി എന്താണ്? ഇവരെന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള വളരെ കൃത്യമായ ഒരു പ്ലാനിങ് ഇല്ല എങ്കിൽ നമ്മൾ ഒരു കാലത്ത് മെത്രാന്മാരെ കൊണ്ട് നിറഞ്ഞു അച്ഛന്മാരെക്കാളും കൂടുതൽ മെത്രാന്മാരുണ്ടാകുന്ന ഒരു സ്ഥിതി വരാതിരിക്കണം. സമയം ഇത്രയും ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മളെ ചർച്ചകളെ അവസാനിപ്പിക്കാൻ നമുക്ക് സമയമായി. ഇന്ന് പേപ്പർ പ്രസന്റ് ചെയ്ത 4 പേരും ചർച്ചകളിൽ പങ്കെടുത്ത എല്ലാ ആളുകളും ഒരുപോലെ റിട്ടയർമെന്റിന്റെ അനിവാര്യതയെക്കുറിച്ചാണ് പറഞ്ഞത്. അത് സിനഡ് കൊണ്ടുവരുന്ന ഭേദഗതി ഭരണഘടനാപരമായി നിലനിൽക്കുമോ എന്നുള്ളത് തന്നെ ജിനു പി മാത്യു പറഞ്ഞ പോലെ ഒരു പ്രശ്നമാണ്. അത് മണ്ഡലത്തിലെ വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വക്കീലന്മാരും ഒക്കെ അത് കൈകാര്യം ചെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഏതായാലും റിട്ടയർ ചെയ്യാവുന്നതാണെന്നതല്ല, ചെയ്യേണ്ടതാണ് എന്ന് തന്നെ പ്രമേയം പാസ്സാക്കുന്ന ഉറച്ച ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മണ്ഡലത്തിൽ പങ്കെടുത്ത് വോട്ടിങ്ങിലും ചർച്ചകളിലും പങ്കെടുക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ് ആണ് അതിനുവേണ്ടി ശാന്തി കൊച്ചമ്മയെ ക്ഷണിക്കും. ഗുഡ് ഈവനിങ് എവരിവൺ. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 216ാമത് സെഷനാണ് ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധേയമായ ഒരു സെഷൻ ആയിരുന്നു എന്ന് നമുക്ക് എടുത്തു പറയാം. രാജു അഞ്ചേരിയച്ചൻ ഇപ്പോൾ കൺക്ലൂഡ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് ബിഷപ്സ് റിട്ടയർമെന്റ് എന്നുള്ളത്. എല്ലാ പ്രസന്റേഴ്സും ഊന്നി പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ അഭിപ്രായം
രേഖപ്പെടുത്തിയവരും ഡിസ്കഷനിൽ പങ്കെടുത്തവരും ഊന്നി പറഞ്ഞു. ഇത് സഭയുടെ ഒരു പൊതുവികാരം ആണ് എന്ന് മനസ്സിലാക്കി വേണ്ട തീരുമാനമെടുക്കാൻ മണ്ഡലത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമ്മുടെ സെഷനിൽ മോഡറേറ്റ് ചെയ്ത് ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛനാണ്. വളരെ ശ്രദ്ധേയമായി ഇൻട്രൊഡക്ഷൻ നൽകുകയും കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്ത അച്ഛനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ 4 പ്രസന്റേഴ്സ് ഡോക്ടർ എബ്രഹാം കുരുവിള, മിസ്റ്റർ ജിനു പി മാത്യു, മിസ്റ്റർ സിജു മാത്യു, മിസ്റ്റർ മാത്യു തോമസ്, എല്ലാവരും തന്നെ അവരവരുടെ ഭാഗം വളരെ ശ്രദ്ധേയമായി കൃത്യതയോടെ വ്യക്തമായി തന്നെ പ്രസന്റ് ചെയ്തു. 4 പേരോടുമുള്ള നന്ദി എല്ലാവരുടെയും പേരിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഇന്ന് ഡിസ്കഷനിൽ പങ്കെടുത്ത ഓരോ ആളുകളും വളരെ കൃത്യമായി പോയിന്റുകൾ മുന്നോട്ട് വെച്ചു. നമ്മുടെ ചർച്ച ഏറ്റവും പ്രൗഢമായിരുന്നു. ഇന്നും എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമുക്ക് തുടക്കത്തിൽ പാട്ട് പാടുകയും അതുപോലെ തന്നെ പ്രാർത്ഥന ചെയ്യുകയും ചെയ്തത് ശ്രീമതി ലിസ രഞ്ജിത്താണ്. ലിസയോടുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ മീറ്റിംഗിന്റെ ഹോസ്റ്റായിട്ട് പ്രവർത്തിച്ചത് ശ്രീ ബെന്നി തോമസ്, പ്രത്യേക നന്ദി അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഇന്നത്തെ അനൗൺസ്മെന്റും അതുപോലെ മൊത്തത്തിലുള്ള നേതൃത്വവും നൽകിയ ശ്രീ വിൽസൺ കരിമ്പന്നൂർ, എല്ലാവരുടെയും പേരിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോം നമുക്കായി തരുന്നത് ജോസ് മാത്യു നെരൂൾ, മിസ്റ്റർ ജോസ് മാത്യുവിനോടുള്ള നന്ദി അറിയിക്കുന്നു. പങ്കെടുത്ത എല്ലാവരോടും ഉള്ള സ്നേഹവും നന്ദിയും ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ പേരിൽ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കും. താങ്ക് യു. ദൈവമേ, ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ കർത്താവെ കൂടി വരുവാനും ദൈവമേ നല്ല നല്ല തീരുമാനങ്ങളെ കുറിച്ച് ചിന്തിപ്പാനും ഒക്കെയും തന്ന നല്ല അവസരങ്ങൾക്കായി ഞങ്ങൾ നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ 216ാമത് വെബിനാറും ഏറ്റവും ഭംഗിയായി അർത്ഥവത്തായി നിറവേറ്റുവാൻ തക്കവണ്ണം സ്വർഗമിടയാക്കിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ എപ്പിസ്കോപ്പൽ വിരമിക്കൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ച എല്ലാവർക്കായും നന്ദിയോടെ സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവെ, എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിപ്പാനും അത് സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാനും തക്കവണ്ണം സ്വർഗമിടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അർത്ഥവത്തായ വിരമിക്കലിന് സ്വയം തയ്യാറാകുവാൻ തക്കവണ്ണം കർത്താവെ, ഞങ്ങളുടെ എപ്പിസ്കോപ്പമാർക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപയും സാന്നിധ്യവും ധാരാളമായി അവിടുന്ന് നൽകുകയും കർത്താവെ, അവിടുത്തെ യേശുവിനെ പ്രസാദിപ്പിക്കുന്ന കൂട്ടമായി ദൈവമേ ജീവിപ്പാൻ തക്കവണ്ണമുള്ള കൃപ അധികമായി നൽകുകയും ചെയ്യണമേ. അതുപോലെ തന്നെ അടുത്ത് വരുന്ന മണ്ഡലം മീറ്റിംഗ് ഏറ്റവും അർത്ഥവത്താക്കി തീർക്കുവാൻ തക്കവണ്ണം ഉത്തരവാദിത്തപ്പെട്ടവർക്കെല്ലാം മണ്ഡലാംഗങ്ങൾക്കെല്ലാം സാധ്യമാവുകയും അവരുടെ സാന്നിധ്യം കൊണ്ടും കർത്താവെ മണ്ഡലത്തിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം സ്വർഗം അവരെ ഓരോരുത്തരെയും സഹായിക്കുകയും വേണ്ടുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ തക്കവണ്ണം ഇടയാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടിവരവിനായി സ്തോത്രം. വീണ്ടും അടുത്ത ഒരു വെബിനാറിലേക്ക് കൂടി വരുമ്പോഴേക്കും അവിടുത്തെ കൃപയിലും സ്നേഹത്തിലും സാന്നിധ്യത്തിലും ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെപ്പോഴും യേശുവിന് സ്നേഹിക്കുന്നവരും യേശുവിനെ അറിയുന്നവരും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും യേശുവിലേക്ക് തിരിഞ്ഞു നോക്കുന്നവരുമായി ജീവിപ്പാൻ ഞങ്ങളുടെ പ്രവൃത്തികളെയും ജീവിതത്തെയും ധന്യമാക്കുവാനും അവിടുന്ന് ഇഷ്ടപ്രകാരം ജീവിപ്പാൻ തക്കണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. മാനവും മഹത്വവും അവിടുന്ന് എടുക്കണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സമ്മതവും സഹവാസവും നമ്മെല്ലാവരുടെ കൂടെയും നാം കേട്ട ചിന്തകളോടുകൂടെയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.